ഹജ്ജിന് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരടക്കമുള്ളവർ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മഹാനായ അൻജശ റളിയല്ലാഹു അൻഹു ധൃതി പിടിച്ച് നടന്നപ്പോ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, റുവൈദക് സൗഖം ബിൽ ഖവാരീർ. അംബശ, നിങ്ങളൊന്ന് മെല്ലെ പോകണേ, അത് കുപ്പികളാണ്, പൊട്ടിപ്പോകുന്നവയാണ്, അത്ര ധൃതി പിടിച്ച് ഓടല്ലേ എന്ന് സ്ത്രീ സമൂഹത്തോട് സ്നേഹവും വാത്സല്യവും കാണിക്കണേ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, നമ്മൾ അറിയുന്ന ഇസ്ലാമിക ലോകത്തെ ധീരതയുടെ പര്യായമായ സൈഫുല്ലാഹിൽ മസ്ലൂൽ, അള്ളാഹുവിന്റെ വാളെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ ഇരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, യാ അബാ സുലൈമാൻ, ഖാലിദ് ഇബ്നുൽ വലീദ് എന്നവരെ, ഇത്തഖില്ലാഹ് ഫഇന്നൽ ഫിത്ന ഖദ് ലഹറത്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ, ഫിത്നകൾ പുറപ്പെട്ടു കഴിഞ്ഞല്ലോ എന്ന് ഓടി വന്നൊരാൾ പറയുകയാണ്. ഖാലിദേ, നിങ്ങൾ അറിഞ്ഞോ, ഫിത്നകൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്, കലാപങ്ങളും പ്രതിസന്ധികളും ഈ ഉമ്മത്തിനെ വരിഞ്ഞു മുറുക്കാൻ പോവുകയാണ്, നിങ്ങൾ അറിഞ്ഞോ എന്ന് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അമാ വബ്നുൽ ഖത്താബി ഹയ്യുൻ ഫലാ ഇന്നമാ തകൂനു ബഅദഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമല്ലേ ഇത്? ഉമർ എന്നവർ ജീവിച്ചിരിക്കുമ്പോ അങ്ങനത്തെ വിപത്തുകളൊന്നും ഇവിടെ വരില്ലല്ലോ. ഉമർ തങ്ങളുടെ കാലശേഷമല്ലേ ഫിത്നകൾ ഉണ്ടാവുക എന്ന് ഖാലിദ് ഇബ്നുൽ വലീദ് എന്നവർ തിരിച്ചു മറുപടി പറഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ കഴിയും, അസറുകളിൽ കാണാൻ കഴിയും. ഉമർ എന്നവർ ജീവിച്ചിരിക്കുമ്പോ ഈ ഉമ്മത്തിന് ഫിത്നയിൽ നിന്ന് അല്ലാഹു തആല സംരക്ഷണം കൊടുത്തിട്ടുണ്ടെന്നാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ ഉമർ, ഞങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ അരികത്തിരിക്കുമ്പോൾ ഉമർ എന്നവർ ഞങ്ങളോട് ചോദിച്ചു ഒരു ചോദ്യം, അയ്യുക്കും യഹ്ഫദു ഖൗലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന, ഫിത്നകൾ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നിങ്ങളിൽ ആർക്കാണ് ഓർമ്മയുള്ളത്? ഉമർ എന്നവർ ചോദിച്ചു. മനുഷ്യ സമൂഹം ഇന്ന് ഫിത്നയിലാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് നിരാശപ്പെടുത്താൻ പറയുകയല്ല. ഓരോ നാളും ധാർമ്മിക ച്യുതിയിലേക്ക് പോകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഉമർ എന്നവർ ചോദിച്ചു, അയ്യുക്കും യഹ്ഫദു ഖൗലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിത്ന, അല്ലാഹുവിന്റെ റസൂൽ ഫിത്നയെ കുറിച്ച് പറഞ്ഞതിൽ ആ പറഞ്ഞ ഹദീസുകൾ ആർക്കാണ് ഓർമ്മയുള്ളത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു അമീനു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. അവർ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി പറയുന്ന നേരത്തെ ഞാൻ ആ സദസ്സിലുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരിഹി, ഒരു മനുഷ്യൻ സ്വന്തം ബന്ധുക്കളോട്, കുടുംബത്തോട്, ഭാര്യ മക്കളോട്, അയൽപക്കക്കാരോട് കാണിക്കുന്ന വീഴ്ചകള്, ഒരാളിന്ന് വരുന്ന അബദ്ധങ്ങള്, ഒരാൾക്ക് വരുന്ന പരീക്ഷണങ്ങള്, യുകഫിറുഹ സ്വലാത്തു വസ്സദഖ വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്താൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ, നിസ്കാരം നിലനിർത്തുന്നവർക്ക് അല്ലാഹു അതൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ദൈനംദിനമുള്ള ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന പിഴവുകൾ അത് പരിഹരിക്കാൻ ദാനധർമ്മം, നിസ്കാരം, സുന്നത്തും ഫറളുമൊക്കെ, പിന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത്, നമ്മളത് ചെയ്താൽ അല്ലാഹു അത് പുറത്തു തരുമെന്ന് നബി തങ്ങൾ പറഞ്ഞുവല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ അൻ ഹാദാ അസ്അലുക
ഹുദൈഫ, ഞാൻ ഇതല്ല ചോദിക്കുന്നത്, വലാകിനില്ലതി തമൂജുക മൗജിൽ ബഹർ, സമുദ്രത്തിന്റെ അരമാലകൾ, സമുദ്രത്തിന്റെ തിരമാലകൾ ആഞ്ഞടിച്ചു വരുന്ന പോലെ ഈ സമൂഹത്തിനിടയിലേക്ക് പരീക്ഷണങ്ങൾ തുരുതുരാ കടന്നു വരുന്ന അതിനെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ അലൈക മിൻഹാ ബഅസുൻ യാ അമീറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ, നിങ്ങൾക്കതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ലല്ലോ. ഇന്ന ബൈനക വബൈനഹാ ബാബൻ മുഗ്ലഖൻ, നിങ്ങൾക്കും അവക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു വാതിലുണ്ട്, അടക്കപ്പെട്ട ഒരു വാതിൽ. ഉമറേ, നിങ്ങൾക്ക് ആ വിപത്തുകൾ കാണേണ്ടി വരില്ല, നിങ്ങൾക്കതൊരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയുക്സറുൽ ബാബു അം യുഫ്തഹു, എന്റെ കാലശേഷം ആ വാതിൽ തുറക്കപ്പെടുകയാണോ പൊളിക്കപ്പെടുകയാണോ ഉണ്ടാവുക? അടച്ചൊരു വാതിലല്ലേ, ആ വാതിൽ എന്റെ കാലം കഴിഞ്ഞാൽ എന്താവും? അത് ആരെങ്കിലും തുറക്കുകയാണോ അതല്ല പൊട്ടിച്ച് തകർക്കുകയാണോ ചെയ്യുക? ബൽ യുക്സറു, ഉമറേ, ആ വാതിൽ പൊട്ടിക്കപ്പെടുകയാണ് ഉണ്ടാവുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദല്ലാ യുഗ്ലഖു അബദാ, അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും തന്നെ അടക്കപ്പെടുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഫിത്നയുടെ വാതിൽ എന്റെ കാലശേഷം പൊളിക്കപ്പെടുകയാണെങ്കിൽ ആ വാതിൽ പിന്നെ അടക്കാൻ കഴിയില്ലല്ലോ, പിന്നെ ലോകാവസാനം വരേക്കും പരീക്ഷണങ്ങളുടെ നാളുകളായിരിക്കും ഉണ്ടാവുക. ഖുൽതു അജൽ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും. ഈ ഹദീസ് ശ്രവിച്ചുകൊണ്ടിരിക്കെ ഷഖീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഈയാണ്, ഹുദൈഫ തങ്ങളോട് ചോദിച്ചു, ഹുദൈഫ, അകാന ഉമറു യഅലമുൽ ബാബ്, ആ കവാടം മുസ്ലിമീങ്ങൾക്കും അവർക്ക് മുമ്പിൽ വരുന്ന പരീക്ഷണങ്ങൾക്കും ഇടയിലുള്ള അടക്കപ്പെട്ട എന്നാൽ പൊളിക്കപ്പെടാൻ പോകുന്ന വാതിൽ അത് ഉമറാണെന്ന് ഉമർ എന്നവർക്കറിയുമായിരുന്നോ? ഉമർ എന്നവർക്കറിയുമായിരുന്നോ അത്? ഉമർ തങ്ങളെ കുറിച്ചാണ് നബി തങ്ങൾ ഈ പറഞ്ഞതെന്ന്. ഖാല നഅം കമാ യഅലമു അന്ന ദൂന ഗദിൻ അല്ലൈല, ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ ഒരു രാത്രി വരുന്നു എന്ന് നിങ്ങൾക്കറിയുന്ന പോലെ ഉമർ എന്നവർക്കറിയുമായിരുന്നു താനാണ് ആ പരീക്ഷണങ്ങൾക്കിടയിലുള്ള വാതിലെന്ന്. വദാലിക അന്നനി ഹദ്ദസ്തുഹു ഹദീസൻ ലൈസ ബിൽഗാലീത്, കാരണം ഞാൻ വളരെ സത്യസന്ധമായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ദിവ്യബോധനമായി എന്തൊരു സന്ദേശമാണോ ലോകത്തിന് കൈമാറുന്നത്, ആ സന്ദേശമാണ് സത്യസന്ധമായി ഞാൻ ഉമർ എന്നവരെ പറഞ്ഞു കേൾപ്പിച്ചത്. അൽബാബ് ഉമർ, ആ കവാടം ഉമർ എന്നവരാണ് റളിയല്ലാഹു അൻഹു. നമുക്കറിയണം, ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ വാതിൽ പൊട്ടിക്കപ്പെടുമെന്നാണ് ഹദീസ്. ആ വാതിൽ പൊട്ടിക്കപ്പെട്ടു എന്നാൽ ഉമർ എന്നവർ വധിക്കപ്പെടും എന്നാണ് അതിനർത്ഥം. സ്വാഭാവിക മരണമല്ല. ഉമർ എന്നവരുടെ മരണശേഷമാണ് ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിലേക്ക് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും തുരുതുരാ വരാനിടയായത്. ആ തിരമാലകൾ ഇന്നും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശപ്പെടുത്തുകയല്ല. മുആദ് റളിയല്ലാഹു അൻഹു പറയും, മുആദ് ഇബ്നു ജബൽ ഈ ഉമ്മത്തിന്റെ പണ്ഡിതനാണ്. പണ്ഡിതന്മാരെ മുഴുവൻ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതരുടെ നേതാവാണ്. സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന എന്ന് നബി തങ്ങൾ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് എന്നവർ പറയുമായിരുന്നു, ഇന്നകും ലൻ തറൗ മിനദ് ദുനിയ ഇല്ലാ ബലാഅൻ വഫിത്ന, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദിവ്യമായ സന്ദേശം അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം, വിശ്വാസങ്ങൾ മലിനമായി പോകുന്ന വിധം, നിങ്ങളുടെ ചുറ്റുപാടുകൾ മലീമസമാകുന്നത് നിങ്ങൾക്കൊരുപാട് കാണാൻ കഴിയും. എന്നാൽ ഇനി വരാനിരിക്കുന്നത് കണ്ടതിലും ഭീതിതമാണ് താനും. ഇനി വരാനുള്ള ഒരു നൂറ്റാണ്ട്, വരാനുള്ള ഒരു 10 ആണ്ടുകൾ, വരാനുള്ള 20 ആണ്ടുകൾ നമ്മുടെ ഇന്നത്തെ ഈ ചുറ്റുപാടിനേക്കാളും മോശമായതാവും. വലൻ തറൗ മിനൽ ഉമറാഇ ഇല്ലാ ഗില്ലതൻ, മുആദ് തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭരണാധികാരികൾ ഓരോരുത്തരും മാറി മാറി വരുമ്പോഴും നിങ്ങൾക്കവരിൽ നിന്ന് പരുഷമായ പെരുമാറ്റങ്ങളെ കാണാൻ കഴിയൂ. വലൻ തറൗ അംറൻ യഹൂലുക്കും വയുശദ്ദദു അലൈക്കും ഇല്ലാ ഹഖറഹു മിൻ ബഅദി മാ ഹുവ അശദ്ദു മിൻഹു, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കഴിഞ്ഞ് നാളെ മറ്റൊരു പ്രയാസം വരുമ്പോൾ ഇന്നലത്തേത് വളരെ നിസ്സാരമായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ പറയും. അങ്ങനെയാണ് പരീക്ഷണങ്ങൾ വരുന്നത്. നമ്മൾ ഇപ്പൊ പറയും വളരെ ഭീതിതമാണ് ചുറ്റുപാട്,
ഭീകരമാണ്, നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ഭീതിജനകമാണെന്ന് ഇന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ഇന്നത്തെ ചുറ്റുപാട് ഇനി വരാനിരിക്കുന്ന നാളത്തെക്കാളും എത്രയോ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും. വരാനുള്ള നാളുകൾ ഇന്നലത്തേതിനേക്കാളും ഇന്നിനേക്കാളും മോശമായിരിക്കും. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, ലബീദ് എന്ന അറബി കവിയുടെ ആ വചനം എത്ര മനോഹരമാണ്. ذهب الذين يعاش في أكنافهم ذهب الذين يعاش في أكنافهم وبقيت في خلف كجلد الأجربي. മഹത്തുക്കളെല്ലാം കഴിഞ്ഞു പോയല്ലോ. കൂടെ ഇരിക്കാൻ പറ്റുന്നവരെ അഭിമാനത്തോടെ ഞാൻ ഇയാളിന്റെ നാട്ടുകാരനാണ്, ഞാൻ ഇന്നാളിന്റെ ബന്ധുവാണ്, ഇന്നാളിന്റെ കൂട്ടുകാരനാണ് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞിരുന്ന ആളുകളെല്ലാം കഴിഞ്ഞു പോയില്ലേ. ചൊറുപിടിച്ച ഒരു മൃഗത്തിന്റെ തൊലി പോലെ കൂടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും ഈമാനിന്റെയോ ധർമ്മത്തിന്റെയോ നന്മയുടെയോ ശകലങ്ങൾ പഠിക്കാൻ കഴിയാത്ത വിധം സർവരും ഈ ഭൗതികതയുടെ ഭ്രമത്തെക്കുറിച്ച്, ഭൗതികതയുടെ ആസ്വാദനത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യാതെ നല്ലവരെല്ലാം കഴിഞ്ഞുപോയല്ലോ എന്ന് ലബീദ് പറഞ്ഞിരുന്ന കവിത ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, റഹിമല്ലാഹു ലബീദൻ കാന യഖൂൽ. ഇങ്ങനെ കവിതകൾ ചൊല്ലിയിരുന്ന ലബീദിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഉർവ റളിയല്ലാഹു അൻഹു താബിഇയാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ എന്നിവരെ പറഞ്ഞു, റഹിമക്കില്ലാഹു യാ ആയിഷ. ആയിഷ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ഫകൈഫ ലൗ അദ്റകത് സമാനനാ ഹാദാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുമ്പോൾ സ്വഹാബിമാർ ബാക്കിയുള്ള കാലമാണ്. ആയിഷ ബീവിയുടെ കാലശേഷം ഉർവ റളിയല്ലാഹു അൻഹു താബിഈകളുടെ കാലത്ത് ജീവിച്ചവർ പറഞ്ഞു, ആയിഷ ബീവി, നിങ്ങൾ ഞങ്ങളുടെ കാലം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന്. അന്ന് നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തു പറയും? താബിഈങ്ങൾ, ഉർവ തങ്ങൾ താബിഈയാണ്. നമ്മൾ എന്താണ് ഇന്ന് പറയേണ്ടത്? നമ്മൾ എന്ത് പറയും? ഉർവ തങ്ങൾ തന്നെ പറഞ്ഞു, നല്ലവരൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഈമാനിന്റെ പ്രഭ മുഖത്ത് സ്ഫുരിച്ചിരുന്ന ആളുകള് എല്ലാം നഷ്ടമായി. നന്മയെ സ്വീകരിക്കാത്ത ഒരു വിഭാഗം, തിന്മയെ മുറുക്കി പിടിച്ചിരിക്കുന്നവരെ, നല്ലത് പറയുന്നത് സ്വീകരിക്കാൻ സന്നദ്ധമല്ലാത്തവരെ, നന്മയുടെ പക്ഷത്ത് ആളില്ലാതിരിക്കുന്നത്, ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പെൺകുട്ടികള്, ഇസ്ലാമികമായ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന യുവാക്കൾ കാണാൻ വിരളമായി കൊണ്ടിരിക്കുന്ന കാലം. അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, തൂബാലിൽ ഗുറബാ. ഈ ദീൻ അന്ത്യനാളിലേക്ക് അടുക്കുമ്പോൾ ദീനിന്റെ സത്യസന്ധമായ സത്ത അറിഞ്ഞു ജീവിക്കുന്ന ആളുകൾ വളരെ കുറച്ചു മാത്രമേ ഉണ്ടാകൂ. ഒരുപാട് ആൾക്കൂട്ടം, നൂറുകണക്കിന് ഒട്ടകങ്ങളുണ്ട്, പക്ഷേ യാത്ര ചെയ്യാൻ പറ്റുന്നതൊന്നും അതിലില്ല എന്ന് തങ്ങൾ പറഞ്ഞ പോലെ ജനങ്ങൾ അങ്ങനെയായി മാറുന്നത്. ഉനാസുൻ സ്വാലിഹൂന ഖലീലുൻ ഫീ ഉനാസിൻ സൂഇൻ കസീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരുപാട് തിന്മ ചെയ്യുന്നവരുടെ ഇടയിൽ നന്മയുടെ പക്ഷത്ത് വളരെ കുറച്ചാളുകൾ മാത്രം നിൽക്കുന്ന ഒരു കാലം. അതാണ് ഖുറബായിനെ നബി തങ്ങൾ വിശേഷിപ്പിച്ച കാലം. നമ്മൾ ഖുറബായിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അള്ളാഹുവിന്റെ സത്യസന്ധമായ ആശയങ്ങളെ അറിയുകയും തീവ്ര ചിന്താഗതിയിലേക്കോ തീവ്രതയിലേക്കോ അല്ലെങ്കിൽ മതനിരാശത്തിലേക്ക്, മതത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക്, മതനിരാകരണത്തിലേക്ക്, ഇതിലേക്കൊന്നും വഴിമാറി പോവാതെ അള്ളാഹുവിന്റെ ഋജുവായ പന്ഥാവിൽ സത്യസന്ധരായി ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവർ. അള്ളാഹുവേ, നീ ഞങ്ങൾക്കതിന് സഹായം നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചില ആളുകളെങ്കിലും പറഞ്ഞു പോകുന്നു, വദിച്ചു അന്ന ലനാ മഅ ഇസ്ലാമിനാ ഖറമു അഖ്ലാഖി ആബാഇനാ ഫിൽ ജാഹിലിയ്യ. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ജാഹിലി കാലം, the era of ignorance, അജ്ഞാനകാലം, ജ്ഞാനമില്ലാതിരുന്ന കാലം, അറിവ് നൽകപ്പെടാതിരുന്ന കാലം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തിന്റെ മുമ്പ്,
അറബികളുടെ ചില സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിമായിരുന്നിട്ട് ആ സ്വഭാവ ഗുണങ്ങൾ പോലും കാണാതിരിക്കുന്നത് എത്രയധികം സങ്കടകരമാണ്. നമ്മൾ പറയാറുണ്ട്, അബൂജഹൽ അംറു ഇബ്നു ഹിശാം എന്ന നബിതങ്ങൾ ഫിറഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം കണ്ട ഫറോവയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഫിറഔനാണെന്ന് പറഞ്ഞ ആളാണ് അബൂജഹൽ നബിതങ്ങളുടെ ശത്രുവായിരുന്നു. നമുക്കൊക്കെ അറിയാം. അബൂജഹലിന്റെ കയ്യിൽ ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലും മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൽ സങ്കടമുണ്ട് എന്നാണ് ഈ പണ്ഡിതപക്ഷം. എന്താണത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞ് നബി തങ്ങളെ ആക്രമിക്കാൻ അവർ തുനിഞ്ഞ ഒരു നേരം 7 യുവാക്കൾ, 7 ഗോത്രത്തിൽപ്പെട്ടവരെ 7 പേരും വാൾ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്ന ആ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമ്പോ ഒരുമിച്ച് നബി തങ്ങളെ ചാടി കൊലപ്പെടുത്തണം എന്ന തീരുമാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെതിരെ 11 വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബി തങ്ങളുടെ കാലത്ത്. അതിലെ ഏറ്റവും പ്ലാൻ ചെയ്യപ്പെട്ട ഒരു വധശ്രമമാണ് ഹിജ്റയുടെ തൊട്ടു മുമ്പ് നടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? ഒരു പിടി മണ്ണ് വാരുകയും ആ ഒരു പിടി മണ്ണിലേക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിലെ സൂക്തങ്ങൾ ഓതുകയും അതിലേക്ക് ഊതുകയും വാതിൽ തുറന്ന പാടെ പുറത്തേക്ക് എറിയുകയും ചെയ്തപ്പോ വീടിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളുടെ കണ്ണിൽ പതിക്കുമാർ സർവേശ്വരനായ അല്ലാഹു പ്രവാചകരെ സഹായിച്ച ഒരു നിമിഷം അവര് കണ്ണ് തിരുമ്മി നിൽക്കുമ്പോഴാണ് തന്റെ ഉറ്റ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ അനുമതിയും പറഞ്ഞു ചെല്ലുന്നത്. അങ്ങനെയാണ് മദീനയിലേക്കുള്ള യാത്ര നടക്കുന്നത്. തങ്ങളെ മദീന വിട്ടുപോയപ്പോ ഖുറൈശികളൊക്കെ ഒരുമിച്ചുകൂടി ചോദിച്ചുവല്ലോ അബൂജഹലിനോട്, അബൂജഹലെ എന്ത് പ്ലാനായിരുന്നു ഇവര്? കൂടെയില്ലാതെ ഒരു രംഗം കിട്ടിയിട്ട് ആ പ്രവാചകനെ രക്ഷപ്പെടാൻ നിങ്ങൾ സമ്മതിച്ചല്ലേ? അവർക്ക് നബിയോടുള്ള ദേഷ്യം ഹബീബ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിഷമിപ്പിച്ചത് കൊണ്ടല്ല, നബി തങ്ങൾ അവരെ ആക്രമിച്ചത് കൊണ്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ ഏകനായ സർവേശ്വരൻ ഒരുത്തൻ മാത്രമാണെന്ന ആ ഒരു വിശ്വാസം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ. ഇതല്ലാതെ ഒരു തിന്മയും പ്രവാചകൻ ഉറങ്ങിക്കിടക്കുമ്പോ വീട്ടിലേക്ക് ഇരച്ചു കയറിക്കൂടായിരുന്നോ? പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് എന്നെ കുറിച്ച് അറബികൾ പിന്നീട് പറയും, കാലാകാലങ്ങളിൽ അറബ് ചരിത്രം പഠിക്കുന്നവരെ മക്കയുടെ നേതാവായ എന്നെ കുറിച്ച് പിന്നെ പറയണമല്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഹതക അംറു ഇബ്നു ഹിശാമിൻ ഹുർമത ബൈതി മുഹമ്മദിൻ വറവഅ ബനാതിഹി എന്ന് എന്നെ കുറിച്ച് അറബികൾ പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് പറയുന്നത്? എന്നെ കുറിച്ച് അറബികൾ പറയണമല്ലേ? മുഹമ്മദ് നബി തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇരച്ചു കയറിയെന്നും ആ വീടിന്റെ സംരക്ഷണം, വീടിന്റെ സുരക്ഷിതത്വം, വീടിന്റെ പ്രൈവസിയെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അകത്ത് കയറി മുഹമ്മദ് നബി തങ്ങളുടെ പെൺകുട്ടികളെ ഞാൻ പേടിപ്പിച്ചു എന്ന് പറയണമല്ലേ? അതിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാനത് ചെയ്യില്ല. ഞാൻ ഒരാളിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറില്ല. അതെന്റെ ശത്രുവാണെങ്കിൽ തന്നെയും ആ ശത്രുവിന്റെ മക്കളെ, വീട്ടുകാരെ പേടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എന്നെ കുറിച്ച് കാലാകാലങ്ങളിൽ അറബികൾ അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് കയറി പ്രവാചകനെ വധിച്ചിട്ടില്ല. അത് ചെയ്യുന്നത് മാന്യതയല്ലല്ലോ. ഒരാളിന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത്, ഒരാളിന്റെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്നത്, ഒരാളിന്റെ രഹസ്യത്തിലേക്ക് എത്തി നോക്കുന്നത്, ഒരാളിന്റെ വീട്ടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് കയറുന്നത് ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് അറബികളുടെ സംസ്കാരത്തിലുണ്ടത്. ചെയ്യാൻ പാടില്ലെന്ന് അവർ മതമറിഞ്ഞതുകൊണ്ടല്ല. മിനിമം ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ ഏറ്റവും അല്പമായ സങ്കല്പങ്ങളിൽ പോലും ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ് അയാളുടെ വീട്. അതിനകത്തേക്ക് കയറരുതെന്നും വീട്ടുകാരെ പേടിപ്പിക്കരുതെന്നും അബൂജഹലിനറിയാമായിരുന്നു. ഇത് ഇസ്ലാം സ്വീകരിക്കുന്ന, ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് മറക്കാതിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ സ്വകാര്യത. അബൂജഹൽ പറയാൻ, നിങ്ങൾ എന്തായി പറയുന്നത്? മുഹമ്മദ് നബി തങ്ങളെ വീടിന്റെ ഉള്ളിൽ കയറി പുറത്തു കൊണ്ടുവന്ന് വധിച്ചില്ലെന്നാണോ ഞാൻ ചെയ്ത കുറ്റം? ഞാനത് ചെയ്യില്ല. എന്നിട്ട് എന്നെ പറ്റി നിങ്ങൾക്ക് പറയണമല്ലേ മുഹമ്മദ് നബി തങ്ങളുടെ വീടിന്റെ ഹുർമത്ത് പോലും പാലിക്കാതെ ഞാൻ അകത്ത് കയറിയെന്നും മുഹമ്മദ് നബിയുടെ വീട്ടുകാരെ പേടിപ്പിച്ചെന്നും എന്നെ പറ്റി നാട്ടുകാർ പറയാനോ? ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് അബൂജഹൽ. ആള് ഫിർഔനാൻ. പക്ഷേ ചില മാനുഷിക സംസ്കാരങ്ങൾ നമ്മൾ അറിയണം. സ്ത്രീ സമുദായം ആത്മാഭിമാനത്തിന്റെ അനന്തവിഹായസ് എന്ന് പറയുമ്പോഴേ
അൻചറ എന്ന് പറയുന്ന കവിയെ നമ്മൾ ഓർക്കുന്നു. ജാഹിലിയാണ്, ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആളാണ് അൻചറത്തുൽ ഫവാരിസ്. അയാൾക്ക് ദീനുണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, പക്ഷേ അയാൾക്ക് സംസ്കാരമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന കവിയുണ്ട് ഹസൻ ഇബ്നു ഹാനി അബൂ നുവാസ്. അയാൾ മുസ്ലിമാണ്. ആ മനുഷ്യന്റെ സംസ്കാരം ഇസ്ലാമികമായി ചാർത്തെടുത്തത്. എന്നാൽ അൻചറയുടേത് ജാഹിലിയത്തിൻ്റെത്. പക്ഷേ രണ്ടുപേരും പെൺകുട്ടികളെ സംരക്ഷിക്കണം, അവർക്ക് ആത്മാഭിമാനം നിലനിർത്തണം എന്നാഗ്രഹിച്ചവര്. അൻചറ പാടുകയാണ്, വഗുല്ലു തർഫി ഇൻ ബദത്ലി ജാറതി വഅഗുല്ലു തർഫി ഇൻ ബദത്ലി ജാറതി ഹത്താ യുവാരി ജാറതി മഅവാഹാ. അൻചറത്തുൽ ഫവാരിസ്. അയാൾ മുസ്ലിമല്ല. എന്തായി പറയുന്നത്? വഅഗുല്ലു തർഫി ഇൻ ബദത്ലി ജാറതി. എന്റെ അയൽവാസിനിയായ പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ എന്റെ കണ്ണു ചിമ്മും. എന്റെ അയൽവാസി പെണ്ണ്, എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന പ്രായപൂർത്തിയായ കുട്ടി പുറത്തു വരുമ്പോ ഞാൻ എന്റെ കണ്ണ് ചിമ്മും. അവൾ അവളുടെ അഭയസ്ഥാനത്തേക്ക് കയറിപ്പോകുന്നവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ദുഷ്ടമായ നോട്ടം ഞാൻ നോക്കില്ല. ആരായി പറഞ്ഞത്? അൻചറത്തുൽ ഫവാരിസ് കവിയാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. നബിയെ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് കണ്ണ് ചിമ്മണം എന്ന് പറയണം. വയഹ്ഫദൂ ഫുറൂജഹും. അവരവരുടെ ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയണം, വ്യഭിചരിക്കരുത് എന്ന് പറയണം. എന്നായിത്തിറങ്ങുന്നത് ഇസ്ലാം വന്ന് 13 കൊല്ലം മക്കയിൽ കഴിഞ്ഞ് പിന്നെ മദീനയിലെ 10 കൊല്ലത്തിലാണ് സൂറത്തുൻ നൂർ ഇറങ്ങുന്നത്. അതൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അൻചറത്തുൽ ഫവാരിസ് പറഞ്ഞു, എന്റെ അയൽവാസിനി പെണ്ണാണെങ്കിൽ പോലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് ദുഷ്ടമായ നോട്ടം ഞാൻ നോക്കുകയില്ല. അൻചറത്തുൽ ഫവാരിസ് ഒരു മിനിമം സംസ്കാരമാണ് പറയുന്നത്. ഹസൻ ഇബ്നു ഹാനി അബൂ നുവാസ് മുസ്ലിമാൻ. അദ്ദേഹത്തിന്റെ ഇസ്ലാം അയാളെ തിന്മയിൽ നിന്ന് തടഞ്ഞു. കാന ശബാബു മതിയതൽ ജഹിലി ومحسن الضحكات والهزل والباعث والناس قد رقدوا حتى أتيت حليلة البعل. നോക്കണം സംസ്കാരം. മഹതികളായ പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ അവരുടെ ആത്മാഭിമാനം പിച്ചിച്ചീന്ത് കൂടെന്നും അവർക്ക് അഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് ഈ സമുദായത്തിന്റെ ബാധ്യതയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന അറബ് സംസ്കാരത്തിന്റെ മഹിതമായ ചില പരിപ്രേക്ഷ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഹദിമാർ ഈ ഉമ്മത്തിന്റെ നെടുംതൂണുകളാണ്. ഒരു പെൺകുട്ടി നന്നാവുന്നത് ഒരു കുടുംബമാണ് നന്നാവുന്നത്, ഒരാണിനെ പോലെയല്ല. ഒരു പെൺകുട്ടിക്ക് സംസ്കാരമുണ്ടെങ്കിൽ അവളുടെ വീട്, അവളുടെ ഭർത്താവ്, അവളുടെ മക്കള്, അവളുടെ ഉമ്മ ഉപ്പ, ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും, അയൽപക്കങ്ങള്, തലമുറകളിലേക്ക് നന്മയുടെ വെളിച്ചം പകരാൻ കഴിയുന്നവരാണ് പെൺകുട്ടികൾ. അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, ഇന്നല്ലാഹ ഗയൂർ. സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചൊരു രംഗത്ത്, അതഅജബൂന മിൻ ഗീറത്തി സഅദിൻ വല്ലാഹു അഗ്യറു മിൻ സഅദ്. വ്യഭിചാരം തെളിയണമെങ്കിൽ, വ്യഭിചാരത്തിന്റെ ശിക്ഷ കോടതിക്ക് നടപ്പാക്കണമെങ്കിൽ 4 സാക്ഷികൾ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സത്യസന്ധരായ ആളുകൾ കോടതിയുടെ മുമ്പിൽ സമ്മതിക്കാതെ ശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല എന്ന വിശുദ്ധമായ വചനമിറങ്ങുകയും അങ്ങനെ 4 സാക്ഷികളെ വിസ്തരിക്കാത്ത ആളുകൾക്ക് വ്യഭിചാര ആരോപണത്തിന്റെ 80 അടി ഖദ്ഫിന്റെ ഹദ്, ഖദ്ഫിന്റെ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന സൂറത്തുൻ നൂറിലായിത്തിറങ്ങിയപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എന്റെ ഭാര്യയുടെ അരികത്ത് ഒരന്യ പുരുഷനെ ഞാൻ കാണുകയാണെങ്കിൽ എന്തു ചെയ്യണം നബിയെ? നബി തങ്ങൾ പറഞ്ഞു, സഅദേ, അശ്ശഹാദ അൽ ബയ്യിന ഔ ഹദ്ദുൻ ഫീ ളുഹ്രിക്. സഅദേ,
4 സാക്ഷികളെ വിസ്തരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യഭിചാരാരോപണത്തിന്റെ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ ഭാര്യയുടെ അഭിമാനം നഷ്ടപ്പെടുന്നവരെ ഞാൻ കാത്തിരിക്കണോ? എന്റെ ഭാര്യയുടെ ചൈസ്റ്റിറ്റി, അവരുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ഞാൻ 4 സാക്ഷികളെ കിട്ടുമോ എന്ന് അങ്ങാടിയിലേക്ക് തെരഞ്ഞു നടക്കുകയാണോ നബിയെ വേണ്ടത്? ഞാൻ അതിന് നിൽക്കില്ല നബിയെ. ലഅഖ്തുലന്ന, ആ പെണ്ണിനെയും 2 പേരെയും ഞാൻ കൊന്നുകളയും നബിയെ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു ആത്മരോഷം കൊണ്ട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അതഅജബൂന മിൻ ഗീറതി സഅദിൻ. സഅദിന്റെ ഈ ആത്മരോഷം കാണുമ്പോ സ്വഹാബ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? വല്ലാഹു അഗ്യറു മിൻ സഅദിൻ. അല്ലാഹു തആലാക്ക് സഅദിനെക്കാളും ആത്മരോഷമുണ്ട്. വഗീറതുഹു, അല്ലാഹുവിന്റെ ആത്മരോഷം അൻതുൻതഹക, അല്ലാഹുവിന്റെ ഹുറുമാത്തുകൾ അല്ലാഹു പവിത്രമാക്കി വെച്ചത് മലിനമാക്കപ്പെടുന്നതാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞത് ആണോ പെണ്ണോ ചെയ്യുമ്പോ, അല്ലാഹു അരുതെന്ന് പറഞ്ഞത് ആണോ പെണ്ണോ ചെയ്യുമ്പോ അല്ലാഹുവിന് ദേഷ്യം വരുന്നുണ്ട്. നോക്കണം, ആയത്തുൽ ലിആൻ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയം. ഭാര്യയെ ഒരു തിന്മ ചെയ്യുന്നതായിട്ട് ഭർത്താവിന്റെ കണ്ണിൽ പെടുകയാണെങ്കിൽ 4 സാക്ഷികളെ വേണ്ടെന്നും അതിനു പകരം അർബഉ ഷഹാദാത്തിൻ, അല്ലാഹുവിന്റെ നാമം വെച്ച് 4 തവണ സത്യം ചെയ്താൽ മതി എന്ന ആയത്തുൽ ലിആൻ ഇറങ്ങുന്നത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിന്റെ പിന്നിലാണ്. നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ആത്മരോഷമുണ്ട്. അല്ലാഹുവിന് ആത്മരോഷമുണ്ട്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരവും ആഭരണവും എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനമല്ലേ? നമ്മുടെ ഉമ്മയുടെ, പെങ്ങളുടെ, ഭാര്യയുടെ, പെൺകുട്ടികളുടെ ആത്മാഭിമാനം. അതിനപ്പുറം വെക്കാൻ എന്ത് ആഭരണമുണ്ട്? അതിനപ്പുറം ചാരിത്രശുദ്ധിയെക്കാളും വലിയ ആഭരണം എന്തുണ്ടൊരു പെണ്ണിന്? ചാരിത്രശുദ്ധി. ഹറാമിലേക്ക് പോവാതെ, വ്യഭിചാരത്തിലേക്ക് ചെന്നു ചാടാതെ, നമ്മുടെ വിദ്യാർത്ഥിനികൾ, നമ്മുടെ കോളേജ് കുമാരന്മാരും കുമാരികളും തിന്മയിലേക്ക് പോവാതെ രക്ഷപ്പെട്ടു കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും വലിയ വിദ്യാഭ്യാസ യോഗ്യത വേറെ എന്തുണ്ട്? അല്ലാഹു തആല സംസ്കാരവും ഇൽമും ദീനും എല്ലാം ഉള്ളവരായ അല്ലാഹു നമ്മളെ നമുക്ക് മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാമിന്റെ മുമ്പ് നമുക്കറിയുമോ, ഫാക്കിഹ് ബിനുൽ മുഗീറ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഉത്ബയുടെ മകൾ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. ഹിന്ദ് റളിയല്ലാഹു അൻഹയാകുന്നത് 22 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ആരാണ് ഈ ഹിന്ദ് എന്ന് പറയുന്ന മഹദി എന്നറിയോ? ആരാണോ ഹംസ റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹി തങ്ങളുടെ എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീണപ്പോ ഏതൊരു പെണ്ണാണോ മഹാനായ വഹ്ശി തങ്ങളോട്, അന്നവർ മുസ്ലിമായിരുന്നില്ലല്ലോ, വഹ്ശിയോട്, വഹ്ശി, ഹംസ തങ്ങളുടെ നെഞ്ചൊന്ന് പിളർക്കണേ, ഷഹീദായി കിടക്കുന്ന, ചേതനേറ്റ് കിടക്കുന്ന മഹാനായ ഹംസ തങ്ങളുടെ നെഞ്ചിലേക്ക് കത്തിയിറക്കിയിട്ട് കരള് പുറത്തേക്കെടുത്തിട്ട് തന്റെ വായ കൊണ്ട് കടിച്ചു തുപ്പി ദേഷ്യം തീർത്തവരാരോ ആ പെണ്ണ് മഹദിയായ ഹിന്ദ് റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചാൽ അതിന്റെ മുമ്പ് ചെയ്തു പോയ എല്ലാ തിന്മകളും അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കും. ഹംസ തങ്ങളോട് മഹദി കാണിച്ച ആ ഒരു വൈരാഗ്യത്തിന്റെയോ വെറുപ്പിന്റെയോ ചരിത്രം നമ്മുടെ ഖൽബിൽ ഒരിക്കലും ആ മഹദിയോട് വെറുപ്പ് തോന്നാനിടയാവരുത്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞു, അല്ലാഹു മാപ്പ് ചെയ്തു കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ആ ഹിന്ദ് റളിയല്ലാഹു അൻഹ, അന്ന് ഹിന്ദ് എന്നവര് അബൂ സുഫിയാന്റെ ഭാര്യയാണ്. അബൂ സുഫിയാൻ ആണെങ്കിലോ ഖുറൈശികളുടെ നേതാവ്. അബൂ സുഫിയാന്റെ മുമ്പ് ഹിന്ദിനെ കല്യാണം കഴിച്ച ആളുണ്ടായിരുന്നു, ഫാക്കിഹ് ബിൻ മുഗീറ. ഫാക്കിഹ് ബിൻ മുഗീറ എന്ന മനുഷ്യൻ നബി തങ്ങൾ ഇസ്ലാമുമായി വരുന്നതിന്റെ മുമ്പ് മക്കക്കാരിലെ പ്രമാണിയായ മുതലാളിയാണ് ഫാക്കിഹ് ബിൻ മുഗീറ. അദ്ദേഹത്തിന്റെ ഒരു അതിഥി മന്ദിരമുണ്ട്, അതിഥികൾക്ക് താമസിക്കാനുള്ള മന്ദിരം. രസകരമായ സംഭവം ഹിന്ദ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഓർക്കുമ്പോ സൂറത്തുൽ മുംതഹിനയിലെ അവസാന ആയത്ത് ഞാൻ ഓതി വെച്ചത് ഓർമ്മ വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, നബിയായവരെ,
ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഅനക, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾ നബിയെ ഇസ്ലാം സ്വീകരിച്ച് അങ്ങയോട് വാക്ക് തരാൻ വേണ്ടി വരുമ്പോൾ എന്താണ് അവർ വാക്ക് തരേണ്ടത്? അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ, അവരൊന്നുമേ അല്ലാഹുവിനെ കൂടാതെ മറ്റൊന്നിനെയും ആരാധിക്കുകയില്ലെന്നും ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കൂ എന്നവർ വാക്ക് തരണം. വലാ യസ്രിഖ്ന, അവരെ മോഷണം ചെയ്യാൻ പാടുള്ളതല്ല. വലാ യസ്നീന, അവരെ വ്യഭിചരിക്കാനും പാടുള്ളതല്ല എന്നെത്തിയപ്പോ ഹിന്ദ് റളിയല്ലാഹു അൻഹ ചോദിച്ചു ആയിഷ ബീവിയോട്, നബി തങ്ങളോട് വാക്ക് കൊടുക്കാൻ നിൽക്കാണ്. ഹിന്ദ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, അവ തസിനിൽ ഹുറ, സ്വതന്ത്രയായ പെണ്ണുങ്ങളെ അവര് വ്യഭിചരിക്കുമോ? അത് പറയേണ്ടതുണ്ടോ? ഞങ്ങളത് ചെയ്യാറില്ലല്ലോ. അടിമകളായ പെണ്ണുങ്ങളെ കാശ് കിട്ടാൻ വേണ്ടി എന്ന് ചെയ്തു എന്നല്ലാതെ ആരാണ് സ്വതന്ത്രകളായ പെണ്ണുങ്ങളത് ചെയ്യുമോ? ഇതൊക്കെ അല്ലാഹു വാക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞു, ഹിന്ദേ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ വചനമാണ്, നിങ്ങളത് വാക്ക് കൊടുത്തേ പറ്റൂ. എന്നാൽ ശരി നബിയെ, ഞാൻ വ്യഭിചരിക്കില്ല. വലാ യഖ്തുൽന ഔലാദഹുന്ന, സ്വന്തം മക്കളെ അവർ കൊന്നുകളയരുതെന്നും അവർ നബിയോട് വാക്ക് കൊടുക്കണം. നമുക്കറിയാം, പെൺകുട്ടികളെ കൊന്നുകളയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നുവെന്ന്. പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അപമാനമാണെന്ന് വിചാരിക്കുന്ന ഏതാനും കബീലകൾ, കുടുംബങ്ങൾ അന്ന് മക്കയിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരാളും ഒരു കുഞ്ഞിനെയും അബോർഷൻ ചെയ്തിട്ടോ അല്ലാതെയോ കൊന്നുകളയുകയില്ലെന്നും വലാ യഅതീന ബിബുഹ്താനിൻ യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന, നബിയെ, ഒരു പെണ്ണും ഇല്ലാത്ത കാര്യങ്ങൾ നുണയായി ചമച്ചുണ്ടാക്കരുത്. വലാ യഅസീനക ഫീ മഅറൂഫ്, അങ്ങ് പറയുന്ന ഒരു നന്മയോടും ഒരു പെണ്ണും പുറംതിരിഞ്ഞു നിൽക്കരുത്. അങ്ങനെ അങ്ങേക്ക് വാക്ക് തരാൻ അവർ വരികയാണെങ്കിൽ ഫബായിഉഹുന്ന, അവരുടെ ബൈഅത്ത് സ്വീകരിച്ചേക്കണം നബിയെ. വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, അല്ലാഹുവിനോട് ആ മഹദിമാർക്ക് വേണ്ടി അങ്ങ് മാപ്പ് ചോദിച്ചേക്കണം നബിയെ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ഹിന്ദ് റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ ചോദിച്ചു കൈവലിച്ചു എന്നാണ്. ആ വിഷയം പറയാൻ ഹബീബായ തങ്ങളുടെ മുമ്പിൽ ചെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരുന്നിട്ട് വിഷയം പറയുമ്പോഴാണ്, നബിയെ, വ്യഭിചരിക്കരുത് എന്ന് വാക്ക് തരേണ്ടതുണ്ടോ? അതാരെങ്കിലും ചെയ്യുമോ? ആരായി പറയുന്നത്? 22 കൊല്ലം ഇസ്ലാമിന്റെ ശത്രുക്കളായി ജീവിച്ച സ്വന്തം ഭർത്താവ് അബൂ സുഫിയാൻ, അവരുടെ ഭാര്യയാണ് ഹിന്ദ്. ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന, നമ്മൾ പറയാറില്ലേ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, ആ ഉത്ബയുടെ മോളാണിത്. മക്കക്കാര് കണ്ട, ലോകം കണ്ട ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രമാണിമാരായ നേതാവ്, ആ നേതാവിന്റെ മോളാണ് ഇസ്ലാം സ്വീകരിച്ചത്. നമ്മളൊക്കെ ഇന്ന് വളരെ മീഡിയകളൊക്കെ അറിഞ്ഞല്ലോ, ഡച്ച് ഇസ്ലാമിക വിരുദ്ധ പാർട്ടിയുടെ നേതാവ് ഇസ്ലാം സ്വീകരിച്ചെന്ന വാർത്ത. എത്ര അത്ഭുതങ്ങൾ നടക്കുന്നു ലോകത്ത്. ഈ ദീനിനെ ആരെല്ലാം പരിഹസിച്ചിട്ടുണ്ടോ, ആ പരിഹാസം മുഴുവനും ഈ ദീൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയാണ്. ഈ ദീൻ എന്താണെന്ന് അറിഞ്ഞാൽ ഒരാളും പരിഹസിക്കില്ല. ഇസ്ലാം ലോകത്തിന്റെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആളാണ് ജെറോം. അയാളെന്ന് മുസ്ലിമാണ്. അദ്ദേഹം എത്രയോ ഇസ്ലാമിക ചാനലുകളുമായി അഭിമുഖം നടത്തി കഴിഞ്ഞു. എനിക്ക് സങ്കടം തോന്നുന്നു, ഞാൻ പറയരുതായിരുന്നു. ഇത്രയും മനോഹരമായൊരു മതത്തെ ലോകത്തിന്റെ ക്യാൻസർ ആണെന്നും ഇത് മുറിച്ചു നീക്കാതെ ലോകത്തിന് സമാധാനമില്ലെന്നും ഡച്ചുകാരോട് വാതോരാതെ പ്രസംഗിച്ചിരുന്ന ആള് ഇന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുകയാണ്, സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാണ്, അൽഹംദുലില്ലാഹ് ചൊല്ലുകയാണ്. ഇത് അല്ലാഹുവിന്റെ ഖുദ്റത്താണിത്. വലിയൊരു അത്ഭുതമല്ലേ അത്? ഉത്ബയുടെ മകളാണ് മുസ്ലിമാകുന്നത്, ഹിന്ദ് എന്നവരെ. എന്നാൽ ഞാൻ പറയുന്ന ചരിത്രം, അവര് മുസ്ലിമാകുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ് നടന്നൊരു സംഭവമാണിത്. എന്തിനാ പറയുന്നറിയോ? ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ആത്മാഭിമാനം ഉണ്ടായിരുന്നവരാണ് പെണ്ണുങ്ങള്. ആ സംസ്കാരം നിലനിർത്തുകയാണ് ഇസ്ലാം ചെയ്തത്, അത് പരിപോഷിപ്പിക്കുകയാണ് ചെയ്തത്. ഹിന്ദ് ബിൻത് ഉത്ബ തന്റെ ഭർത്താവ് ഫാക്കിഹ് ബിൻ മുഗീറയോടുകൂടെ തന്റെ അതിഥികളെ സൽക്കരിക്കുന്ന വീടിനുള്ളിൽ ഒരു രാത്രി കിടന്നുറങ്ങുന്നു. ഗസ്റ്റ് ഹൗസ് ഉണ്ടാവില്ലേ വീടുകൾക്ക്, അതുപോലൊരു ഗസ്റ്റ് ഹൗസ്. നേരം വെളുക്കുന്നവരെ
ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു റൂമിലാണ്. അത് ഗസ്റ്റുകൾക്ക് വരുന്നവരെ കയറി വിശ്രമിക്കുന്ന റൂമാണത്. നേരം വെളുക്കാറായപ്പോ ഫാക്കിഹ് ഇബ്നു മുഗീറ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം എന്തോ ആവശ്യത്തിന് പോയി. ഹിന്ദ് ബിൻത് ഉത്ബ അദ്ദേഹം അബൂ സുഫിയാൻ എന്നവരെ കല്യാണം കഴിക്കാനുള്ള കാരണം ഈ സംഭവമാണ്. ഫാക്കിഹ് ഇബ്നു മുഗീറ എനിക്ക് വേണ്ടെന്ന് പറയാൻ കാരണമായ സംഭവമാണിത്. ഫാക്കിഹ് ഇബ്നു മുഗീറ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വഴിയിലൂടെ പോകുന്ന ഒരു യാത്രക്കാരൻ ആ റൂമിലേക്ക് വന്നു. അദ്ദേഹത്തിന് അറിയാം ഇത് ഗസ്റ്റ് ഹൗസ് ആണ്, മക്കക്കാർക്കറിയാമത്. അയാൾ കയറി വന്നപ്പോ ഒരു പെണ്ണവിടെ കിടന്നുറങ്ങുന്നുണ്ട്. വേഗം അവിടെ നിന്ന് പുറത്തിറങ്ങി. ഹിന്ദ് റളിയല്ലാഹു അൻഹ അന്ന് ഉറങ്ങുകയാണ്, അവരറിഞ്ഞിട്ടില്ല. ഹിന്ദ് എന്നവര് ആള് വന്നതോ പോയതോ അറിഞ്ഞില്ല. ആ ഒരു മനുഷ്യൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടുവരുന്നു ഫാക്കിഹ് ഇബ്നു മുഗീറ. ഫാക്കിഹ് ഇബ്നു മുഗീറ ഹിന്ദ് എന്നവരെ വിളിച്ചുണർത്തിട്ട് ചോദിച്ചു, ഹിന്ദേ, ആരാണ് ഈ വന്ന ആള്? എന്തായിരുന്നു വിഷയം? അയാൾക്ക് സംശയമായി. ഹിന്ദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്നവര് മുസ്ലിമല്ല. ഹിന്ദ് പറഞ്ഞു, ഫാക്കിഹേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ ഇവിടെ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ വിളിച്ചുണർത്തുമ്പോഴാണ് ഞാൻ ഈ ഉറക്കത്തിനെ ഉണരുന്നത് പോലും. ഞാൻ അറിഞ്ഞില്ല ആര് വന്നു. അദ്ദേഹം വിശ്വസിച്ചില്ല. ഹിന്ദേ, നീ അറിഞ്ഞിട്ടുണ്ട്. ആ ഒരാൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. ഞാൻ പോയ തക്കത്തിൽ ആരാ ഇവിടെ വന്നത് എന്ന് സംശയത്തിൽ ചോദിച്ചപ്പോ ഹിന്ദ് റളിയല്ലാഹു അൻഹ സ്വന്തം പിതാവ് ഉത്ബയോട് ചെന്ന് വിഷയം പറയുന്നു. അതിന്റെ മുമ്പ് ഫാക്കിഹ് പറഞ്ഞു, ഇൽഹഖീ ബി അഹ്ലികി ബി അബീകി, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഈ വിഷയത്തിൽ തീരുമാനം അറിയണം. ഹിന്ദ് റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. ഹിന്ദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. ആ വന്ന ആളെ ഞാൻ അറിയുക പോലുമില്ല, വന്നതുപോലും ഞാൻ അറിഞ്ഞില്ലല്ലോ. നമ്മൾ രണ്ടുപേരുമല്ല ഇന്നലെ ഇവിടെ ഉറങ്ങിയത്. ആ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ വിളിച്ചുണർത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല മുഗീറയുടെ മകൻ ഫാക്കിഹ് ഇബ്നു മുഗീറ. ഉത്ബയാണെങ്കിലോ മക്കയിലെ പ്രമാണിയാണ്. മോളെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇതൊക്കെ നബിതങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പത്തെ കഥയാണ്. മോളോട് ചോദിച്ചു, മോളെ, നിന്റെ ഭർത്താവ് ഫാക്കിഹ് ഇബ്നു മുഗീറ പറയുന്ന സത്യമാണോ മോളെ? സത്യമാണെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊല ചെയ്യാൻ പറ്റുന്ന ആളുകളെ, വാടക കൊലയാളികളെ ഞാൻ അയച്ചേക്കാം, അയാളെ കൊല ചെയ്തേക്കാം. പിന്നെ ആരും എന്റെ മോൾ അപമാനിക്കില്ലല്ലോ. അന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണോ? സത്യമാണെങ്കിൽ ഞാൻ അയാളെ കൊല്ലാം. അത് നുണയാണ് അയാൾ പറയുന്നതെങ്കിൽ യമനിലെ ഒരു ജ്യോത്സ്യന്റെ അരികത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകാം. ആ ജ്യോത്സ്യൻ പറയട്ടെ ഇത് നുണയാണെന്ന്. അന്നേരം ബോധ്യപ്പെടുമല്ലോ. എന്റെ മോള് സമാധാനിച്ചിരിക്കെ യമനിലേക്ക് പോകാമെന്ന്. യമനിൽ ജ്യോത്സ്യന്മാരുണ്ട്. നമുക്കത് പറ്റില്ലാത്തതാണ്. من أتى عرافا أو كاهنا فصدقه ما يقول فقد كفر بما أنزل على محمد എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ജ്യോത്സ്യനെയോ കൈരേഖ നോക്കുന്ന ആളെയോ നക്ഷത്രവാരഫലം പറയുന്ന ഒരാളെയോ ആരെങ്കിലും സമീപിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ, അയാൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നും, വിശ്വസിക്കാതെ വെറുതെ ചോദിച്ചാൽ അയാളുടെ 40 ദിവസത്തെ അമലുകൾക്ക് അള്ളാഹു കൂലി കൊടുക്കില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അന്ന് ജാഹിലിയ കാലം, അവർക്ക് ജ്യോത്സ്യന്മാരെ വിശ്വാസമുണ്ടെന്ന്. യമനിലേക്ക് പോകാൻ മോളെ, ജ്യോത്സ്യന്മാർ പിശാചിന്റെ സഹായത്തോടുകൂടെ ചില കാര്യങ്ങൾ മറഞ്ഞത് വിളിച്ചു പറയും. അതൊന്നും വഹയല്ല, അതൊന്നും നബി ആയതുകൊണ്ടുമല്ല. ആ ജ്യോത്സ്യന്റെ അരികത്തേക്ക് പോകാം. മോളെ ഭർത്താവിനെ വിളിച്ചു, ഫാക്കിഹേ, നമുക്ക് യമനിലേക്ക് പോകാം. എന്റെ മോളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അവിടെ വെച്ച് കാണാം. ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹാ ബനു അബ്ദു മനാഫിലെ 50ഓളം പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് വാപ്പ വന്നു. ഖുറൈശികളായ ഒരുപാട് ആളുകളെയും കൂട്ടി ഫാക്കിഹും വന്നു. ഹിന്ദിന്റെ ഭർത്താവ്, അദ്ദേഹം ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. ഉത്ബയാണെങ്കിലോ ബനു അബ്ദു മനാഫ്. ഒരുപാട് പെണ്ണുങ്ങളെ ഇട്ടാ കൊണ്ടുപോകുന്നത്. അങ്ങനെ യമനിലേക്ക് യാത്ര പോകുന്നു. എന്തിനാ പോകുന്നത്? തന്റെ മകൾ തിന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ. നോക്കണം, ഹിന്ദ് റളിയല്ലാഹു അൻഹയും കൂടെയുള്ള പെണ്ണുങ്ങളും സമപ്രായക്കാരികളായ 50ഓളം പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെ മുഴുവനും തെളിച്ച് യമനിലേക്ക് എത്താറായപ്പോ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പരിഭ്രമം.
വാപ്പ ചോദിച്ചു, മോളെ എന്ത് പറ്റി? അല്ല ഉപ്പ, ഞാൻ ആലോചിക്കുകയാണ്. എന്താലോചിക്കുന്നു മോളെ? നിനക്ക് വിഷമുണ്ടായോ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നു നേരത്തെ. അല്ല ഉപ്പ, അതല്ല, ഈ ജോത്സ്യൻ എന്ന് പറഞ്ഞ മനുഷ്യനല്ലേ, ഞാൻ ആ തിന്മ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അയാളെങ്ങാനും പിഴച്ചിട്ട് ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞു പോയാൽ ഉപ്പ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? മോള് വിഷമിക്കണ്ട. ആ ജോത്സ്യനെ ജോത്സ്യപ്പണി അറിയുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഒരു ഗോതമ്പത്തിന്റെ ഒരു മണി കുതിരയുടെ വാലിന്റെ ഉള്ളിൽ പറ്റിച്ചു വെച്ചു. ഒരു ഗോതമ്പിന്റെ മണി. ആരോടും പറഞ്ഞില്ല, മോളോട് പറഞ്ഞു, മോളെ, ഞാൻ ജോത്സ്യനോട് പോയി ചോദിക്കും, നിങ്ങൾ കാണരുത് അറിയരുത് എന്ന് വിചാരിച്ച് ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, അതെന്താണ് എന്ന് പറഞ്ഞിട്ട് ഈ ഗോതമ്പ് മണിയാണ് ഉത്തരമെന്ന് അയാൾ പറയുകയാണെങ്കിൽ മോൾക്ക് ബോധ്യപ്പെടോ? എന്നാ ബോധ്യപ്പെടും. എന്നാ പോവാ. യാത്ര തുടർന്നു. യമനിലെത്തി, സനആയിലെത്തി, ജോത്സ്യന്റെ വീട്ടിലെത്തി. അദ്ദേഹം ഒരുപാട് അവർക്ക് മാംസവും റൊട്ടിയും ഒക്കെയായി വലിയ സദ്യ കൊടുത്തു. കാരണം മക്കയിലെ പ്രമാണിയാണ് ഉത്ബയായി വന്നിരിക്കുന്നത്. ബനു മഖ്സൂം ഗോത്രത്തിലെ ഫാക്കിഹ് ഇബ്നു മുഗീറയുടെ ആളുകള്, ഇപ്പുറത്തെ അബ്ദുമനാഫിന്റെ മക്കള്, ഇവരൊക്കെ മക്കയിലെ പ്രമാണിമാരാണ്. രണ്ടു കൂട്ടരും ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുക. മസ്ലഹത്തല്ല വേണ്ടത്, ആരാണ് ശരി ആരാണ് തെറ്റെന്നറിയലാണ്. അപ്പോ ഉത്ബ പറഞ്ഞു ജോത്സ്യനോട്, പിന്നെ നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, അതെന്താ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം എടുത്ത പാടെ പറഞ്ഞു, നിങ്ങളുടെ കുതിരയുടെ ദേഹത്ത് നിങ്ങളൊരു ഗോതമ്പ് മണി ഒളിപ്പിച്ചു വെച്ചതല്ലേ എന്ന് ചോദിച്ചു. എന്തേ, ബോധ്യപ്പെട്ടില്ലേ? ആൾ ഓക്കെയാണ്? എന്നാ പിന്നെ ഇരിക്കാന്ന് പറഞ്ഞു. അയാളോട് കാര്യം പറഞ്ഞില്ല. 50 പെണ്ണുങ്ങളെ നിരത്തിയിരുത്തി, 50 പെണ്ണുങ്ങളെ നിരനിരയായിട്ട് ഇരുത്തി ജോത്സ്യന്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, ഇവരിൽ ആർക്കാണ് എന്താണ് കുഴപ്പം എന്ന് നിങ്ങൾ പറയണമെന്ന്. 50 ആളായിരിക്കണത്. അബ്ദുമനാഫ് കുടുംബത്തിലെ 50 സമപ്രകാരികളായ പെണ്ണുങ്ങൾ, കൂട്ടത്തിൽ ഹിന്ദു. ഇയാൾക്ക് ഹിന്ദാര, ഉത്ബയുടെ മോളാര, എന്താണ് കേസ് എന്ന് പോലും അറിയില്ല. അങ്ങനെ ആദ്യത്തെ പെണ്ണ് കൂമി, എണീറ്റോ എന്ന് പറഞ്ഞു. കൂമി രണ്ടാളോടും. മൂന്നാമത്തെ ആൾ കൂമി, എഴുന്നേൽക്ക്. ഹിന്ദ് ബിൻത് ഉത്ബ, ഹിന്ദ് റളിയല്ലാഹു അൻഹ അടുത്ത് കൂമി ഗൈറ സാനിയത്തിൻ, എഴുന്നേൽക്ക് മോളെ, നീ വ്യഭിചരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ജോത്സ്യനാ പറഞ്ഞത്, സംഗതി ശരിയായിട്ട് വന്നു. കൂമി ഗൈറ സാനിയ. വാപ്പ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, മോളെ നിന്റെ സത്യസന്ധത തെളിഞ്ഞല്ല മോളെ. ഇപ്പൊ ഫാക്കിഹ് ഇബ്നു മുഗീറ ഭർത്താവാണ്, എന്നാ വാന്ന് പറഞ്ഞ് കൈപിടിക്കാൻ വേണ്ടി വരികയാണ്. നമ്മൾ കൈതട്ടി, ഫാക്കിഹ നീ പോയിക്കോ, എന്നെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നിന്നെനിക്ക് വേണ്ട, കാരണം ഞാനത് ചെയ്തില്ല എന്ന് നിന്നോട് 1000 തവണ പറഞ്ഞിട്ട് എന്നെ വിശ്വസിച്ചില്ലല്ലേ. വേണ്ട, എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ആ അബൂ സുഫിയാനും ഹിന്ദുമായിരുന്നു, ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിലെ ശത്രുക്കള്. പക്ഷേ മക്കം ഫത്ഹിന് ശേഷം അവർ മുസ്ലിമായി. ഹിന്ദ് റളിയല്ലാഹു അൻഹ അത്രയും ത്യാഗം സഹിച്ചത് ഞാൻ ആ ദുഷ്പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറയാനാ. ഒരു പെണ്ണിന്റെ ആത്മാഭിമാനം, വിഹായസോളം അനന്തമായി കിടക്കുന്ന ഒരു പെണ്ണിന്റെ അഭിമാനം ചാരിത്ര്യമാണ്, ചാരിത്രശുദ്ധിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഇത് മുത്തുകളും പവിഴങ്ങളും സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ പെൺമക്കളെ എന്ന് പറയാൻ കാരണം. അതിനോടാണ് പലരും ഇസ്ലാം പെൺകുട്ടികളെ അടിച്ചമർത്തുന്നു എന്ന് പറയുന്നത്. അതിനെയാണ് പലരും കുറ്റപ്പെടുത്തുന്നത്, ഇസ്ലാം പെണ്ണിന്റെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, യൂറോപ്യൻ നാടുകളിലും സ്കാൻഡിനേവിയൻ നാടുകളിൽ, അമേരിക്കയില്, അവിടുന്ന് അങ്ങോട്ട് യൂറോപ്പിന്റെ നോർത്ത് ഭാഗങ്ങൾ, റഷ്യയുടെ ഭാഗങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകളിൽ 80% ദീനിലേക്ക് വരുന്നത് ആരാന്നറിയോ? ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ്. ആ 80-ൽ, ആ 100-ൽ 80% പെൺകുട്ടികളാ വരുന്നത് ഇസ്ലാമിലേക്ക്, ആണുങ്ങളല്ല. പെണ്ണുങ്ങൾ അവര് പറയാൻ, ഹിജാബ് ഞങ്ങൾക്ക് അഭിമാനമാണ്, ഹിജാബ് ഞങ്ങൾക്ക് സംരക്ഷണമാണ്. ഒരു മോശമായൊരു നോട്ടമോ ഒരു പൂവാലന്റെ ശല്യമോ ഞങ്ങൾക്കില്ല, ഞങ്ങൾ സുരക്ഷിതരാണ് ഹിജാബിൽ, ഞങ്ങൾക്ക് ഹിജാബ് വേണം എന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുന്ന പെൺകുട്ടികളാണ് 80% വരുന്ന ഇസ്ലാമിലേക്ക് കൺവേർട്ടായി വരുന്ന ആൾ, റിവേർട്ടുകളായി വരുന്നവരിൽ നിന്ന് നമ്മൾ അറിയണം. എന്തെന്നറിയോ? അത് അഭിമാനമാണ്.
ഇസ്ലാമി അഭിമാനമാണ് വകവെച്ചു കൊടുത്തത്. അത് പാടില്ലെന്ന് ചിന്തിക്കുന്നവരും സ്വന്തം ശരീരത്തിന്റെ ദേഹേച്ഛകൾക്ക് പിന്നാലെ ഓടുന്നവരും അവർക്ക് വേണ്ടത് അൻസമീലു മൈല, നമ്മൾ മുഴുവൻ തിന്മയുടെ പക്ഷത്ത് നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ ദീൻ അതിനെതിരാണ്. അള്ളാഹു അത് സമ്മതിക്കുകയില്ല. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ ഏറ്റവും മഹനീയമായ ഗുണങ്ങളെ പൂർത്തീകരിക്കാനാണ് അള്ളാഹു എന്നെ പ്രവാചകനാക്കി പറഞ്ഞയച്ചത്. നബി തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ദൗത്യം പറഞ്ഞത് ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഗുണങ്ങളെ പൂർത്തിയാക്കാൻ. അതിനർത്ഥം എന്താണ്? സംസ്കാരത്തിന്റെ സൽസ്വഭാവത്തിന്റെ ബേസിക്കുകള് അറബ് നാടുകളിൽ സംസ്കാരങ്ങളിലുണ്ട്. അതിനെ പരിപോഷിപ്പിക്കലായിരുന്നു ഇസ്ലാമിന്റെ ലക്ഷ്യം. ഞാൻ മറ്റൊരു ചരിത്ര സംഭവത്തിലേക്ക് വരികയാണ്. ലൈത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന പ്രമാണിയായ ഒരു മക്കാരനല്ല, അദ്ദേഹം ഒരൽപ്പം നജിദിന്റെ അപ്പുറത്ത് ബനു അബസ് ഗോത്രങ്ങൾ താമസിക്കുന്ന ഖസാസിന രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്ത് താമസിച്ചിരുന്ന ആളാണ് ലൈത്ത് ബിൻ മാലിക്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്, വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. ലൈത്ത് ബിൻ മാലിക് മരിച്ചപ്പോ ബനു അബസ് ഗോത്രക്കാര് വന്നിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു. അദ്ദേഹത്തിന്റെ കുതിരകൾ അഴിച്ചു കൊണ്ടുപോയി, അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളെ കൊണ്ടുപോയി, അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ചെന്ന് അവരെ പിടിക്കുകയും കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഖമാഅ ബിൻതു ഔഫ് ബിനു മുഹല്ലബ്, ഖമാഅ ബീവിയെയും അവർ പിടിച്ചുകൊണ്ടുപോയി. ഇത് ഇസ്ലാം വരുന്ന മുഹമ്മദ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി വരുന്നതിന് മുമ്പ്, ഇസ്ലാം ആദ്യ നബി തങ്ങൾ മുതലുണ്ട്, പ്രവാചകൻ ആദ്യ മനുഷ്യൻ മുതൽ ഇസ്ലാം ഉണ്ട്, നമുക്കറിയാം. ഖമാഅ ബിൻതു ഔഫ് ബിനു മുഹല്ലബ് ആരുടെ ഭാര്യയാണ്? ലൈത്ത് ബിൻ മാലിക്കിന്റെ ഭാര്യയാണ്. ആ ഭാര്യയെയും ബനു അബസ് ഗോത്രക്കാർ പിടിച്ചുകൊണ്ടുപോയി. ആ ഭാര്യയെ ഖമാഅ, അതിസുന്ദരിയായിരുന്നവരെ, അവരെ പിടിച്ചത് അംർ ഇബ്നു ഖാരിബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു മല്ലനും ശക്തനുമായ ഒരുത്തൻ, അംർ ഇബ്നു ഖാരിബ്. അപ്പോഴാണ് ആ പ്രദേശത്തിന്റെ പ്രമാണിയായിരുന്ന മർവാനുൽ ഖർദ്, അദ്ദേഹം ഈ പെണ്ണിനെ കണ്ടപ്പോൾ ചോദിച്ചു, പെണ്ണെ നിങ്ങൾ ആരാണ്? അന ഖമാഅ ബിൻതു ഔഫ് ബിൻ മുഹല്ലബ്, ഔഫ് ബിൻ മുഹല്ലബിന്റെ മകൾ ഖമാഅയാണ് ഞാൻ. അല്ലാഹ്, നിങ്ങള് ഔഫ് ബിൻ മുഹല്ലബിന്റെ മോളാണല്ലേ, അതായത് ലൈത്ത് ബിൻ മാലിക്കിന്റെ ഭാര്യ. നിങ്ങളെ അംർ ബിൻ ഖാരിബ് പിടിച്ചു വെച്ചോ? അവരിൽ നിന്ന് മോചിപ്പിച്ചു. മർവാനുൽ ഖർദ് മോചിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ബനു അബസ് ഗോത്രത്തിന്റെ നേതാവാണ്. സ്വന്തം ഗോത്രത്തിലെ ആളുകളെ പ്രമാണിയായ ലൈത്ത് ബിൻ മാലിക്കിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ട് വന്നപ്പോ ആ ഗോത്രത്തിന്റെ തലവൻ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, മർവാനുൽ ഖർദ്. അദ്ദേഹം ചെയ്ത ഒരു സേവനം നമ്മൾ അറിയുകയാണ്. ആ സേവനത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടാനുള്ള വഴി കൊടുക്കുകയും ചെയ്തു. മർവാനുൽ ഖർദ് ഖമാഅ ബീവിയെ രക്ഷപ്പെടുത്തുകയാണ്. ആ പെണ്ണിനോട് പറഞ്ഞത്, ഗത്തി വജ്ഹകി ഖമാഅ, നിങ്ങളുടെ മുഖം മറക്കൂ. വല്ലാഹി ലാ യൻദുറു ഇലൈഹി അറബിയുൻ ഹത്താ അറുദ്ദകി ഇലാ അബീകി. ഖമാഅ, നിങ്ങളുടെ മുഖത്തേക്ക് ഒരു അറബിയും നോക്കരുത്. അന്നവിടെ അനറബികളില്ല, ഒരാളും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കരുത്. നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി ലൈത്ത് ബിൻ മാലിക്, ഇനി നിങ്ങളുടെ ജീവിച്ചിരിപ്പുള്ള പിതാവ് ഔഫ് ബിൻ മുഹല്ലബിന്റെ അരികത്തേക്ക് നിങ്ങളെ ഞാൻ എത്തുന്നവരെ നിങ്ങളുടെ മുഖാവരണം, നിങ്ങൾ ശിരോവസ്ത്രം ഒരിക്കലും മാറ്റിക്കളയരുതേ. ആരും നിങ്ങളുടെ മുഖം കണ്ടുപോകരുത്. ആരാണ് മർവാനുൽ ഖർദിന് ഈ ഖമാഅ ബീവി? ആരാണ്? ആരുമല്ല. പക്ഷെ ഒരു പെണ്ണ്, സുരക്ഷിതമായ ഒരു വീട്ടിലുള്ള ഒരു പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ടുവന്നു, അതും സ്വന്തം കുടുംബക്കാർ, സ്വന്തം ഖബീലക്കാർ. അത് സഹിക്കവയ്യാതെ മർവാനുൽ ഖർദ് പറഞ്ഞ വാക്കുകളാണ് ഗത്തി വജ്ഹകി. നമ്മൾ പറയില്ലേ, മുഖം മറക്കാൻ പറയുമ്പോ അത് എന്തോ ഒരു വല്ലായ്മയായി പറയുന്നത്, പാടില്ലാത്തതാണ് എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോട് പറയാ, ഇത് അറബ് നാടുകളിൽ ജീവിച്ചിരുന്നവര്, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് പോലും പ്രാദേശികമായ ഒരു രാജ്യത്തിന്റെ ഭൂപ്രകൃതമോ ഒരു രാജ്യത്തിന്റെ അന്തരീക്ഷമോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറബികൾ ചൂടിൽ ജീവിക്കുന്നവരാണ്. അധികമൊന്നും ശരീരം മൂടിവെക്കാൻ കഴിയാത്തവരാണ്. പക്ഷേ അവർ ശരീരം മുഴുവൻ മറച്ചവരായിരുന്നു. ഖമാഅ ബീവിയെ
മർവാനുൽ ഖറദ് രക്ഷപ്പെടുത്തി അവരുടെ ഉപ്പയായ ഔഫ് ബിൻ മുഹല്ലബിന്റെ അരികത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചോദിച്ചു, പെണ്ണെ ഖമാ, ഈ വീടുകളിൽ ഏതാ നിങ്ങളുടെ ഉപ്പയുടെ വീട്? അപ്പൊ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അക്കാണുന്നതാണ്. ആ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഉപ്പ വല്ലാതെ സ്നേഹിച്ചു മർവാനുൽ ഖറദിനെ. എന്റെ മോളെ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലേ? അവളുടെ ഭർത്താവിന്റെ മരണശേഷം അവളെ ദുഷ്ടന്മാർ കൊള്ളയടിച്ചപ്പോ നിങ്ങൾ അവരെ രക്ഷപ്പെടുത്തിയല്ലോ, അതിന്റെ നന്ദി അറിയിച്ചു പിതാവ്. സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം ഈ മർവാൻ ബക്ർ ബിൻ വായിൽ എന്ന ഒരു തറവാട്ടുകാരുമായി ഒരു പ്രശ്നമുണ്ടായി. ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ മർവാനുൽ ഖറദിനെ അവർ പിടിച്ചു. അദ്ദേഹത്തെ സൈന്യത്തിലെ ഒരാൾ തന്റെ വീട്ടിലേക്ക് അടിമയായി കൊണ്ടുപോകുവാൻ. അന്നങ്ങനെയാണ്, യുദ്ധത്തിൽ തോൽക്കുന്ന ആളുകളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോകും. മർവാനുൽ ഖറദ് ആരാണോ ആ പെണ്ണിനെ രക്ഷപ്പെടുത്തിയത്, അദ്ദേഹത്തെ അടിമയായി പിടിച്ചു കൊണ്ടുപോവുകയാണ്. അടിമയായി പിടിച്ചു കൊണ്ടുപോയപ്പോ ആ പട്ടാളക്കാരൻ എന്തോ ഒരു ഗമയിൽ ഇങ്ങനെ നടക്കുമ്പോ ഉമ്മ ചോദിച്ചു, അല്ല മോനെ, അദ്ദേഹത്തിന് അറിയില്ല മർവാനുൽ ഖറദിനെയാണ് ഇയാൾ പിടിച്ചു കൊണ്ടുവന്നത്. നീ ആരാ? മർവാനുൽ ഖറദിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന പോലെയുള്ള ഗമയിലാണല്ലോ നീ നടക്കുന്നത്, നിനക്കാരാ ഇന്ന് അടിമയായി കിട്ടിയത്? അപ്പോഴും അദ്ദേഹത്തിന് അറിയില്ല മർവാനുൽ ഖറദ് തന്നെയാണ് തന്റെ അടിമയായി കിട്ടിയത് എന്ന്. മർവാനുൽ ഖറദ് പറഞ്ഞു, ഞാൻ മർവാനുൽ ഖറദാണ്, ഞാനാണ് മർവാൻ. അപ്പൊ ഉമ്മ അതിന് മുമ്പ് ഉമ്മയോട് ചോദിച്ചു, മോൻ, അല്ല ഉമ്മ, മർവാനുൽ ഖറദിനെ കിട്ടിയ പോലെ എന്ന് നിങ്ങൾ എന്താ എന്നെ കളിയാക്കുന്നത്? മർവാനുൽ ഖറദിനെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് വേണം? ഓ മോനെ, മർവാനുൽ ഖറദിനെ ഒരു തടവുകാരനായി കിട്ടിയാൽ സ്വാതന്ത്ര്യം വേണമോ എന്ന് ചോദിച്ച് 100 ഒട്ടകം വാങ്ങിച്ചുകൂടെ? ഇത് കേൾക്കുമ്പോ മർവാനുൽ ഖറദ് പറഞ്ഞു, ഉമ്മ, ഞാൻ തന്നെയാണ് മർവാനുൽ ഖറദ്, നിങ്ങൾക്ക് 100 ഒട്ടകം വേണോ? ഞാൻ തരാം. എന്നെ നിങ്ങൾ ഔഫിന്റെ മകൾ ഖമാഅയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് ആക്കി തരുമോ? ആരാണ് ആ പെണ്ണ്? ആ പെണ്ണിനെയാണ് ഇദ്ദേഹം സഹായിച്ചത്. ഖമാഅയുടെ വീട്ടിലേക്ക് എന്നെ ആക്കി തന്നാൽ നിങ്ങൾക്ക് 100 ഒട്ടകം ഞാൻ തരാം, മർവാനുൽ ഖറദ് പറഞ്ഞു. അങ്ങനെ ആ ഉമ്മ ഔഫ് ബിൻ മുഹല്ലബ് എന്ന് പറയുന്ന ഖമാഅയുടെ ഉപ്പ, ആരുടെ അരികത്താണോ ഖമാഅയെ സുരക്ഷിതമായി എത്തിച്ചു കൊടുത്തത്, ആ ഉപ്പയോട് ചോദിച്ചു, അല്ല മർവാനുൽ ഖറദ് നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവരണോ? ഞാൻ കൊണ്ടുവരണോ? പറഞ്ഞു, കൊണ്ടുവാ. മർവാനുൽ ഖറദിനെ ഔഫ് ബിൻ മുഹല്ലബിന്റെ അരികത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു യാത്ര വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ മഹാനായ മർവാനുൽ ഖറദ് എന്ന് പറയുന്ന ധീരനായ സംസ്കാരം പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഒരു ശത്രു ഉണ്ടായിരുന്നു, അംറു ബിൻ ഹിന്ദ്. അദ്ദേഹം പറഞ്ഞു, മർവാൻ എന്റെ നാട്ടിലേക്ക് വന്നാൽ, എന്റെ നാട്ടിലെ ആളല്ലേ ഔഫ് ബിൻ മുഹല്ലബ്, അയാളുടെ വീട്ടിലേക്ക് വരുന്നു എന്നാ ഞാൻ കേട്ടത്, ഞാൻ അയാളെ വധിക്കും, ഞാൻ അയാളെ കൊന്നുകളയും. ഇത് കേട്ടപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഖമാഅ പറഞ്ഞു, ഞാൻ സുരക്ഷിതത്വം കൊടുത്തിരിക്കുന്നു മർവാനുൽ ഖറദിന്. ഒരു പെണ്ണ് സുരക്ഷിതത്വം കൊടുത്താൽ ഒരാൾക്കും ഒന്നും തൊടാൻ കഴിയില്ല. അറേബ്യയിലെ വലിയൊരു സംസ്കാരമായിരുന്നു അത്. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ഒരു പെണ്ണ് പറയാൻ, അമ്മൻസുഹു അജർസുഹു, ഞാൻ അവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ശത്രുക്കൾ തൊടാൻ പാടില്ല. അത് ആണിനും അധികാരമുണ്ട്, പെണ്ണുങ്ങൾ പറഞ്ഞാൽ അത് വളരെ കൂടുതൽ അന്ന് ശ്രദ്ധിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അറബികളിലെ ചില നന്മകളിൽ വലിയൊരു നന്മയായിരുന്നു അത്. മഹദിയായ ഖമാഅ ബീവി പറഞ്ഞു, മർവാനുൽ ഖറദ് എന്റെ പിതാവിനെ കാണാൻ വരുന്നുണ്ട്, അദ്ദേഹത്തെ ആരും തൊട്ടുപോകരുത്, ഞാൻ അവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നു. ആ സംരക്ഷണത്തിൽ ഔഫ് ബിൻ മുഹല്ലബിന്റെ അരികത്തേക്ക് മഹാനായ മർവാനുൽ ഖറദിനെ കൊണ്ടുവരുന്നു. അവിടെ അഭിമാനം ആരാണ് സുരക്ഷിതത്വം കൊടുത്തത്? ഖമാഅ എന്ന് പറയുന്ന ഈ പെണ്ണ്. അപ്പൊ അംറു ബിൻ ഹിന്ദ് വന്ന് പറഞ്ഞു, ശത്രുവായ ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുണ്ട്, ഞാനെങ്ങാനും ഈ മർവാനെ കിട്ടിയാൽ കൊന്നുകളയുമെന്ന് സത്യം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യും? സത്യം ചെയ്താൽ, വല്ലാഹി പറഞ്ഞാൽ പിന്നെ അത് ചെയ്തല്ലേ പറ്റൂ അവർക്ക്. അന്നും അങ്ങനെയാണ്, ഇന്നും അള്ളാഹുവിന്റെ നാമത്തിൽ ശപഥം ചെയ്താൽ നന്മയാണെങ്കിൽ ചെയ്യണം, തിന്മയാണെങ്കിൽ ആ ശപഥത്തിന്റെ പ്രായശ്ചിത്തം ചെയ്തിട്ട് ആ തിന്മയെ ചെയ്യാതിരിക്കണം എന്നാണ് ശറഅ് പറയാൻ. അന്നേരം ഔഫ് പറഞ്ഞു, നിങ്ങൾക്ക് ആ മർവാനുൽ ഖറദിനെ ആക്രമിക്കണമെന്നോ പ്രതികാരമെടുക്കണമെന്നോ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് തൊടാം, പക്ഷേ നിങ്ങളുടെ കൈകൾക്കിടയിൽ എന്റെ കൈയുണ്ടായിരിക്കും, എന്റെ കൈയിനിടയിൽ വെച്ചിട്ട് മർവാനെ തൊടാൻ പറ്റൂ, അല്ലാതെ തൊടാൻ പാടില്ല. അങ്ങനെ സുരക്ഷിതമായി ഇദ്ദേഹത്തിന്റെ അരികത്ത് വന്ന്
ആ പെണ്ണിന്റെ ഉപ്പയാണ് 100 ഒട്ടകം മർവാൻ ഖറദിന്റെ മോചനദ്രവ്യമായി കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നത്. മർവാൻ പറഞ്ഞു, അന്ന് ആ പെണ്ണിന് ആരാരുമില്ലാതിരുന്ന നേരത്തെ അവളെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് ഞാനല്ലേ? അതിന് അല്ലാഹു തആല എനിക്ക് നൽകിയ സൗഭാഗ്യമാണത്. എന്റെ ജീവൻ രക്ഷപ്പെട്ടു കിട്ടി. ആ പെണ്ണിന്റെ ഉപ്പയാണ് 100 ഒട്ടകം കൊടുത്ത് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നത്. അറബ് സംസ്കാരത്തിൽ വളരെ മനോഹരമായ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. ഒരു പെണ്ണിന് ഇസ്ലാമിന്റെ മുമ്പും ഇസ്ലാമിന്റെ ശേഷവും, നിബിധങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സംരക്ഷണവും അത് 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവരെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. മൻ ആല 3 ബനാത്തിൻ, 3 പെൺകുട്ടികളെ ആരെങ്കിലും ശരിയാമണ്ണം സംരക്ഷണം കൊടുത്ത് വളർത്തുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ നല്ലവരായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ, ചിലടുത്ത് പറഞ്ഞു 2 ബിൻതൈനി, 2 പെൺകുട്ടികളെ വളർത്തിയാൽ കുന്ന ലഹു സിത്റം മിനന്നാർ, അവരെ നരകത്തിൽ നിന്നവർക്ക് മറയായിട്ട് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിമാനമാണ് മക്കള്, പ്രത്യേകിച്ച് പെൺമക്കള്. അല്ലാഹു തആല മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിടത്ത് ആദ്യം പറഞ്ഞത് പെൺകുട്ടികളെ കൊടുക്കുന്നല്ലേ. യഹബു ലിമൻ യശാഉ ഇനാഥ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കും. അതുകൊണ്ടാണ് മഹാനായ വാസിലത്തു ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹു സ്വഹാബിയാൻ. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ പെണ്ണിന്റെ ആദ്യ പ്രസവം ഒരു പെൺകുട്ടിയാകുന്നത്. കാരണം അള്ളാഹു മക്കളെ തരുമെന്ന് പറഞ്ഞിടത്ത് പെൺകുട്ടിയെ തരുന്നല്ലേ ആദ്യം പറഞ്ഞത്, പിന്നെ ആൺകുട്ടികളെ തരും, പിന്നെ ആണും പെണ്ണൊക്കെ തരുമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ ഓർഡർ ആദ്യം പെൺകുഞ്ഞിനെ തരുമെന്നല്ലേ എന്നുപോലും സ്വഹാബിമാർ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ്. ആ പെൺകുട്ടികൾക്ക് ഏറ്റവും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലജ്ജയും നാണവും എന്താണെന്ന് പഠിപ്പിക്കലാണ്. എന്നൊക്കെ കോളേജ് ക്യാമ്പസുകളിലേക്ക്, അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ ബസ് കാത്തുന്നിടത്തേക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളുടെ മുമ്പിലുള്ള കഫേ ഷോപ്പുകളിൽ പെൺകുട്ടികളുടെ ലജ്ജ നഷ്ടപ്പെട്ട് ഉറക്കെ സംസാരിക്കുന്ന പെൺകുട്ടികൾ നാണം തോന്നിപ്പോവും. ഞങ്ങളൊരു കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കും, എന്തോ ബഹളത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒച്ച വെച്ച് ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഒരു പബ്ലിക് റെസ്റ്റോറന്റ്. നാണം നഷ്ടപ്പെട്ടു പോയോ? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പെൺകുട്ടികൾക്ക് നാണം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ആഭരണം വേണം അവർക്ക്? അവരുടെ ഏറ്റവും വലിയ വസ്ത്രാലങ്കാരം, അവരുടെ അലങ്കാരവും സൗഹൃദവും സുഹൃതവും അവരുടെ ലജ്ജയും നാണവുമല്ലേ? ഇതല്ലേ ഒരു പെണ്ണിന് വേണ്ടത്? മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, സുബൈർ എന്ന അസ്മാ ബീവി സിദ്ദീഖ് എന്നവരുടെ മോളാണ്. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ ഭാര്യ. സുബൈർ തങ്ങൾക്ക് ചില കുതിരകൾ ഉണ്ടായിരുന്നു. ആ കുതിരകൾക്ക് ഭക്ഷിക്കാൻ ഈത്തപ്പഴത്തിന്റെ കുരു പൊടിച്ചെടുത്ത അതിന്റെ ഒരു പൗഡർ ഭക്ഷണമായി കൊടുക്കാറുണ്ട്. ആ ഈത്തപ്പഴത്തിന്റെ കുരു വാരിയെടുക്കാൻ വേണ്ടി അസ്മാ ബീവി പോയ ഒരു യാത്ര പരിശുദ്ധമായ ഹദീസിലുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം 2 മഹാന്മാർ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബീവി പറയുന്നു, ഞാൻ എൻ്റെ തലയിൽ ഈത്തപ്പഴത്തിന്റെ കുരുകൾ മുഴുവൻ നിറച്ചു വെച്ചൊരു കൊട്ടയുമായി ഞാൻ മദീനയിലൂടെ വരുമ്പോ ഫലഖീതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടുമുട്ടി. വമഅഹു നഫറും മിനൽ അൻസ്വാർ, ഹബീബിന്റെ കൂടെ അൻസ്വാരികളായ ഒരു കൂട്ടം ആളുകളുണ്ട്. ഫദഅനി, അല്ലാഹുവിന്റെ റസൂൽ എന്നറിയാം, നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണിത്, ആയിഷ ബീവിയുടെ സഹോദരിയാണിത്. അസ്മാ ബീവിയെ വിളിച്ചു നബി തങ്ങൾ. നബി തങ്ങൾ ഒട്ടകം താഴ്ത്തി കൊടുക്കുകയാണ്. അസ്മാ, ഞാൻ താഴെ ഇറങ്ങാം, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിക്കോ, നടക്കണ്ട, ചുമട് വെച്ച് നടക്കുകയല്ലേ, ഭാരം തലയിലുണ്ടല്ലോ, ഒരു കൊട്ടയുണ്ട് ഈത്തപ്പഴത്തിന്റെ കുരു, ഇത് മുഴുവൻ നിങ്ങൾ ചുമന്നൊറ്റയ്ക്ക് നടക്കല്ലേ, നിങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ എന്ന് ലിയഹ്മിലനി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ചുമക്കാൻ, എന്നെ ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി പറഞ്ഞപ്പോ ഫസ്തഹിയതു അൻ നസീറ മഅർ റിജാൽ, പുരുഷന്മാരുടെ കൂടെ യാത്ര പോകാൻ എനിക്ക് ലജ്ജ തോന്നി. ആരാണ് ഈ പുരുഷന്മാർ എന്ന് ആലോചിക്കണം. ആരാണ് ഈ പുരുഷന്മാർ? നമ്മുടെ നാടുകളിലെ ഫ്രീക്കന്മാരാണോ? അല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ, റസൂലുള്ളാഹിന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ കൂടെ ഒരു പെണ്ണായ ഞാൻ എങ്ങനെ പോകും? എനിക്ക് നാണം തോന്നി. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പെൺകുട്ടികൾ നാണവും ലജ്ജയും ഏറ്റവും വലിയ ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ഒരു പെണ്ണിനും ആണിനും. അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും കൂടെ ഒരു പെണ്ണായ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ യാത്ര പോകും? അതുമാത്രമല്ല, വദകർതു സുബൈറ വഗീറതഹു,
എന്റെ ഭർത്താവ് സുബൈറിനത് ഇഷ്ടമല്ല റളിയല്ലാഹു അൻഹു. സുബൈർ എന്നവരുടെ ഭാര്യയായ അസ്മാ ബീവി ആണുങ്ങൾ പോകുന്ന ഒരു സംഘത്തിന്റെ കൂടെ പോകുന്നത് അത് നബി തങ്ങളുള്ള സംഘമാണ്. തങ്ങളാണെങ്കിലോ ഒരു പെണ്ണിന്റെ ദൈന്യത കണ്ടിട്ട്, വിഷമം കണ്ട്, നട്ടുച്ച നേരത്തെ തളർന്ന നടത്തം കണ്ടിട്ടാ തങ്ങൾ പറഞ്ഞത് എന്റെ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ. എന്നാൽ അത് എന്റെ ഭർത്താവിനും ഇഷ്ടമാവില്ലല്ലോ. വകാന അഗ്യറന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആത്മരോഷം കൊള്ളുന്ന ആളായിരുന്നു സുബൈർ എന്നവര്. അതോർത്തപ്പോ എന്റെ മനസ്സിൽ, എന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു മ്ലാനത, ഒരു വിഷമം. ഫഅറഫ റസൂലുള്ളാഹി അന്നീ ഇസ്തഹയൈതു ഫമളാ, എന്റെ ലജ്ജയും നാണവും കണ്ടപ്പോ നബി തങ്ങൾ ഒട്ടകം നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. ഞാൻ നടന്നു പോന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്സാരം പോകുമ്പോ അമ്മായിയുടെ മകളാ, മുത്തമ്മയുടെ മകളാ, അമ്മാവന്റെ മകളാ, ഒരു ബൈക്ക് നിർത്തി ലിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം അനുവദനീയമായ ആള്. സംഭവം അമ്മാവന്റെ മകളാ, അമ്മായിന്റെ മകളാ, മുത്താപ്പാന്റെ മോളാ, എളാപ്പാന്റെ മോളാ, കല്യാണം കഴിച്ചൂടെ? കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരാളെ നമ്മൾ ബൈക്കിലിരുത്തിയാൽ ശരീരം ഒട്ടും. സ്വാഭാവികമായും രണ്ടുപേരും ഒരുമിച്ചാണ്, അതൊരു തിന്മയാണ്. ഓട്ടോറിക്ഷ വിളിച്ചു, വേറെ വാഹനം, കാറുണ്ട്, കാർ സീറ്റിൽ സുരക്ഷിതം, അവരുടെ കൂടെ വേറെ ആരെങ്കിലും, ഒരു കുഞ്ഞോ, ഒരു സുരക്ഷിതത്വത്തിന് എന്തെല്ലാം ശർഅ് പറയുന്ന മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങളില്ലാതെ ഒരു വിവാഹിതരാവാൻ പറ്റുന്ന ബന്ധമുള്ള മഹറമല്ലാത്ത ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ചായാൽ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ, പിശാച് മൂന്നാമനായി അവിടെ ഉണ്ടാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ, ഏതൊരാളും ഒരു അന്യ പെണ്ണിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ, അത് ചെറുപ്പക്കാരൻ, പ്രായമുള്ളവരെ, ആരോഗ്യമുള്ളവരെ, അതൊന്നും നബി തങ്ങൾ പറഞ്ഞില്ല. ഏതൊരു പുരുഷനും വിവാഹിതരാവാൻ പറ്റുന്ന ബന്ധമുള്ള ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചാണെങ്കിൽ മൂന്നാമനായി അവരുടെ കൂടെ പിശാചുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ആവരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി, അതാണ് ഗീറത്ത് എന്ന് പറയുന്നത്. നബി തങ്ങൾ പറയുന്നുണ്ട്, മിഅ്റാജിന്റെ സംഭവം കഴിഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവല്ലോ, ദഖൽതുൽ ജന്ന, ഉമറേ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ചെന്നപ്പോ നബി തങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കൊട്ടാരത്തിന്റെ സൈഡില് ഒരു പെണ്ണ് വുദു എടുക്കുന്നത് ഞാൻ കണ്ടു ഉമറേ എന്ന് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊട്ടാരം കണ്ടു, അതിന്റെ ഇപ്പുറത്തൊരു പെണ്ണ് വുദു എടുക്കുന്നുണ്ട്. ഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ഇതാരുടേതാണ്, ആർക്കാണിത് എന്ന് ചോദിച്ചപ്പോ ഫഖാലു, എന്റെ കൂടെയുള്ള മാലാഖമാർ പറഞ്ഞു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ ഇബ്നുൽ ഖത്താബിനുള്ളതാണ് റളിയല്ലാഹു അൻഹു. ഫഅറത്തു അൻ അദ്ഖുല, ഉമറേ ഞാൻ ആ വീട്ടിലേക്കൊന്ന് കയറിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഫദകർതു ഗീറതക, നിങ്ങളുടെ ആത്മരോഷം എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ട് ഞാൻ കയറിയില്ല ഉമറേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്, അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയോട് ഞാൻ ആത്മരോഷം കൊള്ളില്ലല്ലോ നബിയെ, അങ്ങ് കയറിക്കൂടായിരുന്നോ? എനിക്ക് അല്ലാഹു ഒരുക്കി വെച്ചു എന്ന് പറയുന്ന ആ സ്വർഗ്ഗ വീട്ടിലേക്ക് അങ്ങേക്ക് കയറിക്കൂടായിരുന്നോ എന്ന് പരിശുദ്ധ നബിതങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ആത്മാഭിമാനം പകരുകയാണ് പ്രവാചകരും അവിടുത്തെ അനുയായികളും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രാക്കളെ പറപ്പിക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്ന ആളുകൾക്ക്. പ്രാക്കളെ പിടിക്കുക, പറപ്പിക്കുക, ഒരു ഹോബി അന്ന് ആളുകൾ കണ്ടെത്തിയ ഒരു ഹോബിയാണത്. അങ്ങനെ വീടിന്റെ മുകളിലേക്ക് കയറും, പ്രാക്കളെ പിടിക്കാനും പറപ്പിക്കാനും ഒക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോ, വീടിന്റെ മുകളിലേക്ക് ആളുകൾ കയറുന്നുണ്ടെന്നറിഞ്ഞപ്പോ, അറബികളുടെ വീട് കണ്ടവർക്കറിയാം, അവര് ചുറ്റുമതിലുണ്ടാകും. ആ മതില് പുറത്തുനിന്ന് ആര് നോക്കിയാലും അകത്ത് കാണില്ല, അങ്ങനത്തെ ഒരു മതില. പക്ഷേ ഒരു വീടിന്റെ തൊട്ടടുത്ത വീടിന്റെ മേതെ കയറിയാൽ താഴേക്ക് കാണും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളുകൾ വീടുകളുടെ മട്ടുപ്പാവിലേക്ക് കയറി പ്രാക്കളെ പിടിക്കുകയും പറത്തുകയും ചെയ്യുന്ന ആ ഒരു ഹോബി കണ്ടപ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇനി ആരും ഈ കളി കളിക്കരുത്, അങ്ങനെ ഒരു ഹോബി വേണ്ട. അതുമാത്രമല്ല, അവിടെയുണ്ടായിരുന്ന പ്രാക്കളുടെ ചിറക് ചെറുതായി കട്ട് ചെയ്യാൻ ഒരാളെ മഹാനവറുകൾ നിയമിക്കുകയും അങ്ങനെ പ്രാക്കളെ പറത്തുന്ന ഹോബി അവിടെ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര് ആളുകൾ വീടിന്റെ മുകളിലേക്ക് കയറുന്നുണ്ട്.
ഇന്നൊക്കെ മൊബൈൽ വെച്ചിട്ടാണ് കയറുന്നത്, പർദ്ദട്ടിട്ടാണ് കല്യാണ പന്തലിലേക്ക് പെണ്ണുങ്ങൾ പോകുന്നിടത്തേക്ക് കയറുന്നത്. എന്താ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന്റെ കണ്ണുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മൾ നിയന്ത്രിക്കുന്നു. മനുഷ്യന്റെ ക്യാമറ അത് നിയന്ത്രിക്കേണ്ടതാണ്. മനുഷ്യന്റെ കണ്ണിലേറെ ഡേഞ്ചറാണ് മനുഷ്യന്റെ കയ്യിലുള്ള ക്യാമറകളെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നത്. അത് അന്യാണുങ്ങൾ, അന്യപുരുഷന്മാർ ഒരിക്കലും പാടില്ലാത്തതാണ്. നമുക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ശറഅ അനുവദിച്ചതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അന്യ പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്നിടത്ത് ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റിയേക്കാം, മറ്റേതെങ്കിലും വിഷയത്തിൽ അത് അവർ യൂസ് ചെയ്തേക്കാം, സോഷ്യൽ മീഡിയയിൽ അവരെ പബ്ലിഷ് ചെയ്തേക്കാം. ചെയ്യാൻ പാടില്ലാത്തതാണ്. സത്യവിശ്വാസികളെ, കണ്ണുകൊണ്ട് അന്യ വീടുകളിലേക്ക് കണ്ടുപോകുമോ എന്ന് ഉസ്മാൻ തങ്ങൾ പേടിച്ചപ്പോഴാണ് ഈ പ്രാക്കളെ പറപ്പിക്കുന്ന പരിപാടി പാടില്ലെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഷഹീദായ സ്വഹാബിയാണ്. നമുക്കറിയുമല്ലോ, ഉഹദ് മലയുടെ മീതെ ഉസ്മാൻ തങ്ങളും നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും കയറി നിന്നപ്പോ ഉഹദ് മലയൊന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞല്ലോ, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്കണേ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മീതെ നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖാണ്, പിന്നെ 2 ഷഹീദുമാരാണ്. ആരെയാണ് ഉദ്ദേശിച്ചത്? ഉമർ എന്നവരെയും ഉസ്മാൻ തങ്ങളെയും. 2 പേരും ഷഹീദുകളായിട്ടാണ് മരിക്കുന്നത് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ നബി തങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉസ്മാൻ തങ്ങളെ അന്ന് വധിക്കാൻ വേണ്ടി ഖവാരിജുകളായ ആളുകൾ, അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾ, അറബ് ലോകത്ത് പോലും പരിചയമില്ലാത്ത വളരെ ദാരുണമായ കൊലപാതകമാണ് ഉസ്മാൻ തങ്ങൾക്കെതിരെ ഉണ്ടായത്. ആ കൊലയാളികൾ ഉസ്മാൻ തങ്ങളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വന്നപ്പോ മഹാനായ ഉസ്മാൻ എന്നവരെ മറച്ചു നിർത്താൻ വേണ്ടി മഹദിയായ നായില ബീവി റളിയല്ലാഹു അൻഹ, ഉസ്മാൻ എന്നവരുടെ ഭാര്യയുടെ പേരായിരുന്നു നായില ബീവി പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ അവരെ കൊല്ലാൻ വരുമ്പോ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നല്ല മുടിയുണ്ടായിരുന്ന മഹദി, നല്ല കാലിന്റെ മുട്ടുവരേക്കും നീളുന്ന നല്ല കാർക്കൂന്തലുള്ള ആ മഹദി പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, ഞാൻ എന്റെ മുടി അഴിച്ചിടാം, എന്റെ മുടിയുടെ മറവിൽ നിങ്ങൾ ഇരുന്നോളൂ. ഒരു പെണ്ണല്ലേ ഞാൻ, എന്റെ തലമുടിയുടെ ഉള്ളൊന്നും അവർ ചെക്ക് ചെയ്യില്ലല്ലോ, നിങ്ങൾ ഇരിക്കുന്നവരെ കാണാണ്ടിരിക്കട്ടെ, ഞാൻ എന്റെ മുടി കൊണ്ട് മറയിട്ടു തരാം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഖുദീ ഖിമാറകി നായില, നിങ്ങൾ മുഖമക്കനെ ധരിച്ചോളൂ നായില, എന്റെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഫലഉംരി, എന്റെ വയസ്സിനെ തന്നെയാണ് സത്യം, ലദുഖൂലുഹും അലയ്യ അഹ്വനു മിൻ ഹുർമതി ശഅരികി. നായില, നിങ്ങളുടെ ഈ മുടി കാണുന്നതാണ് അവരെന്നെ കൊല്ലുന്നതിനേക്കാളും എനിക്ക് വിഷമമുള്ളത്. നിങ്ങളുടെ തലമുടി അന്യ പുരുഷന്മാർ കണ്ടുപോവരുത്. അതുകൊണ്ട് നായില, ഞാൻ അങ്ങനെയൊന്നും ഒളിച്ചിരിക്കുന്നില്ല. അവർ വന്നെന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, പക്ഷേ നായില, നിങ്ങളുടെ മുടി അവർ കണ്ടുപോകരുത്. നിങ്ങൾ മുഖമക്കനെടുത്ത് ധരിച്ചിരുന്നോളൂ, നിങ്ങളുടെ മുടി കാണിച്ചു കൊടുക്കല്ലേ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നായില ബീവി ഭർത്താവിന് സംരക്ഷണം ഒരുക്കാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ പറഞ്ഞു പോയിട്ടുണ്ട്. ലദുഖൂലുഹും അലയ്യ അഹ്വനു മിൻ ഹുർമതി ശഅരികി. ഇതാണ് ഇസ്ലാം പെണ്ണുങ്ങൾക്ക് നൽകുന്ന മഹത്വം. ഇതാണ് അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻ, മഹാനവറുകൾ ഭരണാധികാരിയായിരുന്ന കാലം, ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫ, മദീന കൂഫയുടെ അങ്ങാടികളിൽ പെണ്ണുങ്ങൾ അങ്ങാടികളിൽ ഷോപ്പിന് വരുന്നത് കണ്ടപ്പോ മഹാനായ അലി തങ്ങൾ പറഞ്ഞു, തഗാറൂന അൻ തഖ്റുജ നിസാഉകും, സഹോദരങ്ങളെ, പുരുഷന്മാരെ, നിങ്ങളുടെ പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫഇന്നഹു ബലഗനി അന്ന നിസാഅകും യഖ്റുജ്ന ഫിൽ അസ്വാഖി യുസാഹിംനൽ ഉലൂജ്. പുരുഷന്മാരുള്ളിടത്ത് തിക്കിത്തിരക്കുന്ന വിധം നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂഫയുടെ അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ ആത്മാഭിമാനമുള്ളവരാകുന്നില്ലേ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫാത്തിമ ബീവി വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തിന്മ ചെയ്യുമെന്ന് ഹബീബായ നബി തങ്ങൾ വിചാരിച്ചത് കൊണ്ടാണോ? മഅദല്ലാഹ്, ഒരിക്കലുമല്ല. ഈ ഉമ്മത്തിന്റെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്.
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ജന്നത്തുൽ ബഖീഇലെ ഒരു മഖ്ബറ, അവിടുത്തെ ഖബർ ചെയ്യപ്പെട്ട, മറവ് ചെയ്യപ്പെട്ട ഒരു സ്വഹാബിയുടെ ഖബറിന്റെ ജനാസ അടക്കം ചെയ്ത് സ്വഹാബിമാരുടെ കൂടെ ഹബീബായ നബി തങ്ങൾ കടന്നു വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട്, ഹബീബിന്റെ മോളാണത്, മിശ്യതുഹാ കഅന്നഹാ മിശ്യതു റസൂലില്ലാഹ്, ഫാത്തിമ ബീവി നടക്കുമ്പോ അത് റസൂലുള്ള നടക്കുന്നത് പോലെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിനെ ഓർക്കാറുണ്ട്. ഫാത്തിമ ബീവിയെ കാണുമ്പോ ബീവിയുടെ ആ ഒരു ഹൈറ്റും വെയിറ്റും, ബീവി റളിയല്ലാഹു അൻഹയുടെ സംസാരം പോലും ഹബീബായ നബി തങ്ങളുടേതിന് സമാനമായിരുന്നുവത്രേ. ബീവി നടക്കുന്നത് ഹബീബിന്റെ നടത്തമായിരുന്നുവത്രേ. റസൂലുള്ളാഹി തങ്ങളും സ്വഹാബികളും ജനാസ മറവ് ചെയ്ത് വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശരിക്കും ഇസ്ലാമിക വസ്ത്രധാനം ധരിച്ച് മഹദി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചില്ലേ, മാ അഖ്റജകി യാ ഫാത്തിമ മിൻ ബൈതികി, ഫാത്തിമ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണമെന്തേ? സ്വന്തം മോളോട് തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചോദിക്കാറുണ്ടോ? എഞ്ചിനീയറിംഗിനും മെഡിസിനും നമ്മുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് നല്ല പഠനം നൽകട്ടെ, നല്ല സംസ്കാരവും നല്ല അച്ചടക്കവും നല്ല വിജയവും നൽകട്ടെ. ആ ക്യാമ്പസുകൾ കൊണ്ടുപോയി ആക്കി കൊടുത്തതിന്റെ ശേഷം നമ്മുടെ മക്കള് എന്ത് ചെയ്യുന്നാവോ, എങ്ങനെയാണോ അവർ ജീവിക്കുന്നത്, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയാണ്, മറ്റാളുകളുമായി മിംഗ്ലിംഗ് അവിടെ വരുന്നുണ്ടോ, അവരവിടെ ഇസ്ലാമിക സംസ്കാരം വലിച്ചെറിയുന്നുണ്ടോ, അവർ അള്ളാഹുവിന്റെ നിയമത്തെ അവര് പുല്ല് വില കൊടുത്തവരെ അഴിഞ്ഞാടുന്നുണ്ടോ, ഇതൊക്കെ ചെന്നു നോക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം രക്ഷിതാക്കന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വേദനിപ്പിക്കാൻ പറയുകയല്ല. ഹിജാബ് ധരിച്ചു പോകുന്ന എത്രയോ മക്കള് നമ്മുടെ പരിസരത്തുള്ള കേരളത്തിലും പുറത്തുമുള്ള സിറ്റികളിൽ ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കള് വൈകുന്നേര സമയങ്ങളിൽ ചെറുക്കന്മാരുടെ കൂടെ നമ്മുടെ സിറ്റികളിൽ ബാംഗ്ലൂരിലും കൊച്ചിയിലുമൊക്കെ അവർ കറങ്ങുന്നുണ്ടെന്നും അത് മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങളുടെ ഉമ്മത്തിലെ അഭിമാന ബോധമുള്ള കുടുംബങ്ങൾ എന്ന് വരുന്ന പെൺകുട്ടികളെ, എത്രയോ നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കളെ നാട് വിട്ടു കഴിഞ്ഞാൽ ആരാരും നോക്കാനോ അറിയാനോ ഇല്ലെന്ന തോന്നലിന്റെ മറവിൽ അവരിൽ നിന്ന് അരുതാത്തത് സംഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ വേദന കൊണ്ട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചല്ലോ മോളോട്, മാ അഖ്റജകി യാ ഫാത്തിമ മിൻ ബൈതികി, മോളെ ഫാത്തിമ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണമെന്തേ മോളെ? ഖുൽതു ഖാലത്ത് ഫാത്തിമ ബീവി പറയുന്നു, അതൈതു യാ റസൂലല്ലാഹി അഹ്ല ഹാദൽ ബൈതി ഫഅസൈതുഹും, നബിയേ ഏതൊരാളിന്റെ ജനാസയാണോ നിങ്ങൾ മറവ് ചെയ്തത് ആ വീട്ടുകാരുടെ മരണ വീട്ടിൽ ചെന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ പോയതായിരുന്നു നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളെ അസാ നടത്താൻ പോയതായിരുന്നു, തഅസിയത്തിന് പോയതായിരുന്നു, ആശ്വസിപ്പിക്കാൻ പോയതായിരുന്നു നബിയേ. ആ വീട്ടുകാരനല്ലേ മരിച്ചുപോയത്, അവരുടെ ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, അവർക്ക് സമാധാന വാക്ക് പറയാൻ ഞാൻ പോയതായിരുന്നു എന്ന് കാരണം ബോധിപ്പിച്ചു മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഇതാണ് ഹബീബായ നബി തങ്ങൾ നൽകുന്ന പാഠം, ഇതാണ് ഹബീബായ നബി തങ്ങൾ നൽകുന്ന സൂചനകൾ. സ്ത്രീ എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിന്റെ അനന്തവിഹായസാണ്, അതിന് കളങ്കം വന്നുകൂടാ എന്ന് ഹബീബായ നബി തങ്ങൾക്കും ദീനിനും നിഷ്ഠയുണ്ട്. അത് നമ്മുടെ വീടുകളിലാവട്ടെ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധുക്കള്, അയൽപക്കങ്ങളിൽ അള്ളാഹു ദീനിന്റെ സംരക്ഷണ വലയങ്ങളിൽ ജീവിത്തക്ക വിധമുള്ള അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ, കുടുംബിനികൾക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.